Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon all. Prayer ആരാണ്? ഞാനാണ് മിസ്സേ. Prayer. ഓക്കെ പറയട്ടെ, സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. ആലന്തയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിൻ ഏകാധിപനെ, നിയതമാരാധിപ്പോ ഞങ്ങളെ മാത്രം. സതതം സഹായം തീർപ്പതും തിരുമുന്നിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ. നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗദൃഷ്ടർ തൻ വഴിയിലുമെല്ലാം. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. മൊത്തം കൊളമായി, ഇടയില് എന്താ രീതികളൊക്കെ മറന്നുപോയി. അത് പെട്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് വേറൊരാളാണ് പ്രയർ ചെല്ലേണ്ടിയിരുന്നത്. പെട്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ രീതിയൊക്കെ മറന്നു. Okay, നന്നായിരുന്നു കേട്ടോ. Sign in. Thought of the day ഉണ്ടല്ലോ. പറഞ്ഞോ. ഞാൻ സൈൻ ഇൻ ആ മാം. തോട്ട് ഓഫ് ദ ഡേ പറയുന്നില്ലെങ്കിൽ ഞാൻ സൈൻ ഇൻ തുടങ്ങാം. പറയാം. ഓക്കെ ഓക്കെ. Every successful person has a painful story. Every painful story has a successful ending. Accept the pain and get ready for success. വിജയിച്ച ഓരോ വ്യക്തിക്കും വേദനാജനകമായ ഒരു കഥയുണ്ട്. വേദനാജനകമായ ഓരോ കഥയ്ക്കും വിജയകരമായ അന്ത്യമുണ്ട്. വേദന സ്വീകരിച്ച് വിജയത്തിന് തയ്യാറാവുക. താങ്ക് യു മിസ്. Good afternoon, all. Welcome, Miss. Welcome, friends. And today I like to sign in with a story. It's named The Villager and the Spectacles. There was a villager. He was illiterate. He did not know how to read and write. He often saw people wear spectacles for reading books or papers. He thought, if I have spectacles, I can also read like these people. I must go to town and buy a pair of spectacles for myself. So one day he went to a town. He entered a spectacles shop. He asked the shopkeeper for a pair of spectacles for reading. The shopkeeper gave him a various pair of spectacles and a book. The villager tried all the spectacles one by one, but he could not read anything. He told the shopkeeper that all these spectacles were useless for him. The shopkeeper gave him a doubtful look. Then he looked at the book. He was upside down. The shopkeeper said, "Perhaps you don't know how to read?" The villager said, "No, I don't know. I want to buy spectacles so that I can read like others.
But I can't read with any of these spectacles. The shopkeeper controlled his laughter with great difficulty when he learned the real problem of his illiterate customer. He explained to the villager, "My dear friend, you are very ignorant. Spectacles don't help to read or write. They only help you to see better. First of all, you must learn to read and write." Moral of this story is ignorance is blindness. പെട്ടെന്നൊന്ന് മലയാളത്തിൽ അത് പറയാമേ. ഒരു ഗ്രാമീണൻ ഉണ്ടായിരുന്നു. അയാള് ഒരു നിരക്ഷരനായ ഒരാളായിരുന്നു. അയാൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. പുസ്തകങ്ങളോ പത്രങ്ങളോ വായിക്കാൻ മറ്റുള്ളവർ കണ്ണാട ഉപയോഗിക്കുന്നതാണ് അയാൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അയാൾ ചിന്തിച്ചു, കണ്ണട ഉപയോഗിച്ചാൽ എനിക്കും അതുപോലെ വായിക്കാൻ കഴിയും. അപ്പൊ ഞാൻ പട്ടണത്തിൽ പോയി ഒരു കണ്ണട വാങ്ങണം, അപ്പോ എനിക്ക് മറ്റുള്ളവരെ പോലെ വായിക്കാൻ കഴിയും. അങ്ങനെ ഒരു ദിവസം അയാൾ പട്ടണത്തിൽ പോയി ഒരു കണ്ണടയുടെ കട കണ്ടു. അവിടെ കയറി. എന്നിട്ട് കടയുടെ ഉടമയോട് അയാൾ പറയും, എനിക്കൊരു കണ്ണട തരണം. അപ്പൊ അയാള് കണ്ണട ഉടമസ്ഥൻ പറയും, കുറെ കണ്ണടകൾ തരാമെന്ന് പറയും, ഒരു പുസ്തകവും കൊടുക്കും. അപ്പൊ ഗ്രാമീണൻ ഓരോ കണ്ണടകളും ഓരോന്നായി പരീക്ഷിച്ചു നോക്കി. പക്ഷെ ആൾക്ക് ഒന്നും വായിക്കാൻ കഴിഞ്ഞില്ല. ആ കണ്ണടകളെല്ലാം തനിക്ക് ഉപയോഗശൂന്യമാണെന്ന് അയാൾ കണ്ണടയുടെ ഉടമയോട് പറഞ്ഞു. കടയുടമ സംശയത്തോടെ അയാളെ നോക്കി. പിന്നെ അയാൾ പുസ്തകം നോക്കി. തലകീഴായിട്ടാണ് അയാൾ വച്ചിരിക്കുന്നത്. അപ്പോൾ കടയുടമയ്ക്ക് മനസ്സിലായി അയാൾക്ക് വായിക്കാൻ അറിയില്ല. എന്നിട്ട് അയാൾ ചോദിച്ചു, ഒരു പക്ഷെ നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലായിരിക്കാം അല്ലേ? അപ്പൊ ഗ്രാമീണൻ പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. മറ്റുള്ളവരെ പോലെ വായിക്കാൻ കഴിയണമെങ്കിൽ എനിക്ക് കണ്ണട വാങ്ങണം. പക്ഷെ ഈ കണ്ണടകൾ ഉപയോഗിച്ച് എനിക്ക് വായിക്കാൻ കഴിയില്ല. നിരക്ഷരനായ തന്റെ ഉപഭോക്താവിന്റെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കിയപ്പോൾ കടയുടമ വളരെ പ്രയാസത്തോടെ ചിരി നിയന്ത്രിച്ചു. അദ്ദേഹം ഗ്രാമീണനോട് വിശദീകരിച്ചു, എന്റെ പ്രിയ സുഹൃത്തെ, നിങ്ങൾ വളരെ അജ്ഞനാണ്. കണ്ണടകൾ വായിക്കാനോ എഴുതാനോ സഹായിക്കില്ല. അവർ നിങ്ങളെ നന്നായി കാണാൻ മാത്രമേ സഹായിക്കൂ. ഒന്നാമതായി നിങ്ങൾ വായിക്കാനും എഴുതാനും പഠിക്കണം. കണ്ണട അറിവ് നൽകുന്നതല്ല. അജ്ഞത എപ്പോഴും അന്ധതയാണ്. നമുക്ക് അറിവുണ്ടെങ്കിലേ നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ തുറന്ന പോലെ നമുക്ക് എല്ലാം കാണാൻ കഴിയുള്ളൂ. അതാണ് അതിന്റെ മോറൽ. പിന്നെ ഇന്ന് ക്ലാസ്സിൽ നമ്മുടെ ഒരു ക്യൂട്ടിപ്പൈയുടെ ബർത്ത്ഡേ ഉണ്ട്. നമ്മുടെ ഹഫീസയുടെ മോളുടെ ആണ്. ഇൻഷ സുമയുടെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ മോളെ. ഗോഡ് ബ്ലെസ് യു. ആളെന്താ കൂടെ പറയണോട് എന്ത് വിശ്വാസം കൂടി നിങ്ങള്? ഓക്കെ മാം. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോർഷൻ ഏതാണ്? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് ഉള്ള പോർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് ഓഫ് ഡീവിയേഷൻസ് ആയിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് വരുന്നത്. സോ ദെൻ ടൈപ്സ് ഓഫ് ഡീവിയേഷനിലേക്ക് നമ്മൾ വരാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടല്ലോ, എന്താണ് ഡീവിയേഷൻ, എന്താണ് നോർമലൈസേഷൻ എന്നുള്ള ഏകദേശം ഒരു ധാരണ ഉണ്ടല്ലോ എല്ലാവർക്കും, ഇല്ലേ? ഓക്കെ. അപ്പോ നമ്മൾ ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഞങ്ങൾക്ക് റീഡ് ചെയ്തിട്ടുണ്ടാവും, എന്നാൽ ഒന്നും കൂടി നിങ്ങളൊന്ന് കേൾക്കാം, എന്നാലും നമുക്ക് ആ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. Some of the deviation Montessori described are seen in different forms in different types. നമ്മൾ ഈ ഒരു different types of deviation നമ്മൾ നേരത്തെ റീഡ് ചെയ്തു. Naughty children's, weak children's, bright children's. Of children's, still others are unfit to just one type. മറ്റുള്ളവ ഇത് കൂടാതെ കുറച്ച് deviations കൂടി ഉണ്ട്. അത് ചില ഒന്നിൽ നിന്ന് മറ്റൊന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അൺഫ്യൂ ഭയങ്കര ഡിഫറൻസ് ഉള്ളത്. നമുക്ക് ഒരുമിച്ചൊരു ക്ലാസ്സസ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. Children with a deviated character become caught in their prepared environment since they are starting working on practical materials. നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർ ഓരോ കാര്യങ്ങൾ പ്രാക്ടിക്കൽസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ഒരു എൻവയോൺമെന്റിൽ അവർ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അവരെന്താവും, ക്വൈറ്റ് ആവാൻ തുടങ്ങും, അല്ലെങ്കിൽ നോർമൽ ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. Children attain the control over their movements and they attain the power over themselves. അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അവരുടെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും.
So they attain their power to themselves. അവരുടെ power കറക്റ്റ് ആയിട്ട് അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അവരുടെ പവർ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. വിത്ത് ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ, നമുക്ക് കോൺസെൻട്രേഷൻ കൂടും. എന്താ, നമ്മൾ ഒരു വർക്കിന് കണ്ടിന്യൂസ് ആയിട്ട് ആ വർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താണ്, കോൺസെൻട്രേഷൻ കൂടും. All negative traits found in children before they come in contact with prepared environment will disappear. So ഇതേപോലത്തെ നെഗറ്റീവ് ത്രെഡ്സുകൾ ഉണ്ട്. അപ്പൊ ആ നെഗറ്റീവ് ത്രെഡ്സ് എല്ലാം നമുക്ക് ഈ കുട്ടികളിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. They develop power of self control and obedience. ഈ കുട്ടികൾ സ്വയമേ സെൽഫ് കൺട്രോൾ വരും, അതേപോലെ നല്ല അനുസരണയുള്ള കുട്ടികളായിട്ട് മാറും. They offer mutual help and provide moral help to their peers. അവരുടെ സഹപാഠികളായിട്ട് നല്ല രീതിയിൽ അവർക്ക് മ്യൂച്വൽ ഹെൽപ്പും അതേപോലെ മോറൽ ഹെൽപ്പും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പറ്റും. They are able to work in harmony. അവർക്ക് നല്ലൊരു കെട്ടുറപ്പോട് കൂടി നല്ലൊരു നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികള് എല്ലാവരും ഒരു എന്താ പറയാ നല്ലൊരു കെട്ടുറപ്പോട് കൂടി എന്ത് ചെയ്യാൻ തുടങ്ങും, ഒത്തൊരുമയോട് കൂടി വർക്ക് ചെയ്ത് തുടങ്ങും. നിങ്ങൾ നോക്കിയൊന്ന്, ആദ്യം നമ്മൾ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വന്നപ്പോ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഇതായിരുന്നു. ഒബീഡിയൻസ്, സെൽഫ് കൺട്രോൾ ഒന്നും നമുക്ക് ഇതായിരുന്നു. നമ്മൾ മ്യൂട്ടൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടായിരുന്നു ക്ലാസ് കേട്ടത്. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോ നമുക്ക് സെൽഫ് കൺട്രോൾ വന്നു. നിങ്ങൾക്ക് നല്ല ഡിസിപ്ലിൻ ഉള്ള കുട്ടികളായിട്ട് മാറി. അതേപോലെ നിങ്ങളുടെ ടീം വർക്ക് ഒക്കെ എന്താ പറയാ, നമ്മള് ഒരു സൈനിങ് ചെയ്തില്ലേ എല്ലാവരോടും ഒരുമിച്ച്, അതൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലൊരു നല്ലൊരു കെട്ടുറപ്പ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം, അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടുന്നുകൊണ്ട്. അങ്ങനെ വരുമ്പോ അപ്പോ ഈ ഒരു എൻവയോൺമെന്റിനോടൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, they are refers to new children. പുതിയ ന്യൂ ചിൽഡ്രൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നമ്മൾ അവരെ പറയും. അല്ലെങ്കിൽ എന്താ പറയാ, ന്യൂ ചിൽഡ്രൻസ് എന്ന് പറയും. വേറൊരു പേരും കൂടെ അവരെ പറയാറുണ്ട്, എന്താണ്, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ് എന്ന് പറയാറുണ്ട്. സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ്. ഈ ഡീവിയേഷൻ സംഭവിച്ച കുട്ടികളെ മാറ്റി നോർമലൈസ്ഡ് ആക്കുമ്പോൾ അവർ നമ്മൾ പറയുന്നതാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ്. ഓഫ് ന്യൂ ചിൽഡ്രൻസ് can be refers to as normalized. അവർ നമ്മൾ സാധാരണയായിട്ട് നോർമലൈസ്ഡ് ചിൽഡ്രൻസ് എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ആണ്. ഓരോ ഡീവിയേഷൻസ് ഞാൻ പറയാം, നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. ഓക്കെ, സൈക്കിക് ഫാഗ്യോ ആണ് ആദ്യത്തെ ഡീവിയേഷൻ പറഞ്ഞാല്. ഈ ഫാഗ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാറ്റിൻ വേർഡ് ആണ്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ റൺ എവേ. ഒരു നമ്മളെന്താണ്, ഒരു കെട്ട് പൊട്ടിയ പട്ടം പോലെ ഇരിക്കും അവര്. എങ്ങനെയാണ് കെട്ട് പൊട്ടിയ പട്ടം, എങ്ങനെയാണ് പറന്ന് നടക്കും അല്ലെ, അങ്ങനെയല്ലേ? ഫ്ലൈ ഓഫ് ചില കെട്ട് പൊട്ടിയ പട്ടം പോലെ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് അതിങ്ങനെ പറന്നു പോകും. അതെ, അവരുടെ മനസ്സ് എപ്പോഴും പറന്ന് നടക്കാം. ഡ്രീം ലൈക്ക് സ്റ്റേജിലായിരിക്കും ഈ പറയുന്ന കാറ്റഗറീസിലെ കുട്ടികൾ ഉണ്ടാവുക. എപ്പോഴും അവരെങ്ങനെയായിരിക്കും, ഫാന്റസിയിലായിരിക്കും. അവർക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് താല്പര്യം ഏതായിരിക്കും, ആ ഒരു ഫാന്റസി വേൾഡിലായിരിക്കും. അവർക്ക് ആ ഡിഫറൻസ് മനസ്സിലാവില്ല, എന്താണ് റിയാലിറ്റി എന്താണ് ഫാന്റസി എന്നുള്ള ആ ഒരു ഡിഫറൻസ് ഈ കുട്ടികൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ എന്താ സംഭവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മളിന്ന് ചോദിക്കുകയാണ്, ആ കുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുകയാണ്, മോളെന്താ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കണേ എന്ന് ചോദിക്കുമ്പോ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നല്ല കളിക്കണേ, എന്റെ കൂടെ ആരുണ്ട്, കുഞ്ഞുട്ടനുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു വ്യക്തി ശരിക്കും അവിടെ ഇല്ല. അവളുടെ മനസ്സിൽ അവൾ ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ് ഞാൻ ഈ പറഞ്ഞൊരു പേര്. ജസ്റ്റ് ഒരു പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊരു ഫാന്റസിയാണ്. ഫാന്റസി വേൾഡിലായിരിക്കും അവൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു വേൾഡിലായിരിക്കും അവൾ എപ്പോഴും പ്ലേ ചെയ്യുന്ന, കൂടുതൽ ടൈം അതിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനത്തെ കുട്ടികൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവരെ കൂടുതലായിട്ട് ഒരു എന്താ പറയാ, ഒറ്റപ്പെടുത്തുന്നല്ല, അവർക്ക് വേണ്ട ഒരു എന്താ പറയാ, ഒരു ഫ്രീഡം കൊടുക്കുക. വർക്ക് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ നോക്കുക. അവർക്ക് ഫ്രീ ടൈം കൊടുക്കാതിരിക്കാം. എന്ന് വെച്ചാൽ കൂടുതലായിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കുക. അവർക്ക് റിയൽ എൻവയോൺമെന്റ് ആയിട്ട് അവരൊന്ന് പരിചയപ്പെടുത്തേക്ക് വേണം. നമുക്കൊന്ന് നോക്കാം. സൈക്കിക് ഫാഗ്. ഫാഗ് മീൻസ് comes from the Italian word run away, a fight of mind. എന്ന് വെച്ചാല് എന്താണ്, മനസ്സ് പറന്ന് നടക്കുന്നത് പോലെയാണ്. When the child mind see hindrance എന്ന് വെച്ചാൽ തടസ്സം എന്നുള്ള മീനിങ് ആണ്. The child will take value in fantasy world, a world that he find more preferable than real environment.
അവന് റിയൽ എൻവയോൺമെന്റിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏതായിരിക്കും? അവന് ഈ പറഞ്ഞിട്ടുള്ള അവന്റെ ആ ഒരു ഫാന്റസി, ആ ഒരു വേൾഡ് ആയിരിക്കും ചിലപ്പോൾ അവന് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോ ആ ഒരു വേൾഡില് അവൻ കുറെ സന്തോഷിക്കുന്നുണ്ടാവും, കുറെ പ്ലേ ചെയ്യുന്നുണ്ടാവും, ആ വേൾഡിൽ അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇത് പറയുന്നത് മൈൻഡിന്റെ ഉള്ളിലത്തെ കാര്യമാണ്, മനസ്സിന്റെ ഉള്ളിൽ. ഓരോ കുട്ടികളുടെ മനസ്സിലും അവർ റിയലിസ്റ്റിക് അല്ല ഒരു ഫാന്റസിയിൽ ഒരു കുട്ടി എന്താ പറയുക കഥാപാത്രത്തെ ക്രിയേറ്റ് ചെയ്ത് ആ കഥാപാത്രത്തോട് കാര്യങ്ങൾ പറയുന്നതായിട്ടും അങ്ങനെ ഒരുപാട് ഡിഫറൻഷ്യൽ സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യാം. അപ്പൊ അതൊരു സയന്റിഫിക് ഫാക്ട്, ഒരു ഡീവിയേഷൻ, ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. ചിലപ്പോൾ നമ്മളും അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളും അതേപോലെയൊക്കെ ചെയ്യുന്നുണ്ടാവും. അവള് നമ്മളിപ്പോ കളിക്കുമ്പോ നീ ഒറ്റയ്ക്ക് ഇരുന്ന കളിക്കണേ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന കളിക്കണേന്ന് ചോദിക്കുമ്പോ അല്ല അമ്മ ഞാൻ ഇന്നൊരു ആളിനൊപ്പം കളിക്കണം, അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്ക് ഒരു കഥാപാത്രത്തെ ക്രിയേറ്റ് ചെയ്തിട്ട്, ചിലപ്പോ പാവക്കുട്ടിയായിരിക്കും, എന്തോ ആവട്ടെ, ആ ഒരു കഥാപാത്രത്തെ ക്രിയേറ്റ് ചെയ്തിട്ട് കളിക്കുകയാണെങ്കിൽ നമ്മളപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മൾ പാരന്റ്സ് എന്നുള്ള സ്റ്റേജിൽ എന്താ ചെയ്യേണ്ടത്? എന്റെ അമ്മ ആവാ ആ കഥാപാത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടീനെ നമ്മളിലേക്ക് കുറച്ചുകൂടി റിയൽ എൻവയോൺമെന്റിലേക്ക് കുറച്ചുകൂടി അടുപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. ടു നോ ഇഫ് ദിസ് ഈസ് ഡീവിയേഷൻ. ഇത് എങ്ങനെ മനസ്സിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഡീവിയേഷൻ സാധാരണ കുട്ടികൾ കളിക്കാറുണ്ട്. ഇത് ഡീവിയേഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇഫ് ദ ചൈൽഡ് കനോട്ട് ടെൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാന്റസി ആൻഡ് റിയാലിറ്റി. ആ കുട്ടിക്ക് ചില കുട്ടികളൊക്കെ കളിക്കാറുണ്ട്, നോർമലാണ്, ചിലപ്പോൾ നോർമൽ ആയിരിക്കും. അവരിങ്ങനെ ഗെയിം കളിക്കും, ആ ഒരു ടൈം കഴിയുമ്പോൾ അവരത് വിട്ടു, പിന്നെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ചെയ്യും, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യും. പക്ഷേ ചില കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് റിയാലിറ്റി ആണോ ഫാന്റസി ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് ആ ഡിഫറൻസ് നമ്മളോട് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അതൊരു ഡീവിയേഷൻ ആയിട്ട് പറയാം. If the child use the world of fantasy as means of escape instead of escape. അപ്പൊ അവളോട് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറയുമ്പോ അവൾ എന്ത് പറയും? എനിക്ക് പറ്റൂല, എനിക്ക് ഇന്നാളുടെ ഒപ്പം കളിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവള് മാറി ഒറ്റയ്ക്ക് പോവാണെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതൊരു ഡീവിയേഷന്റെ സ്റ്റെപ്പാണ്. ടു റിസോൾവ്, നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യണം. അപ്പൊ ടീച്ചേഴ്സ് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടീച്ചേഴ്സ് അവർ ഗൈഡ് ചെയ്യാം. വീട്ടിൽ പോയിട്ട് ഇനിറ്റ് ആക്ടിവിറ്റീസ് ചെയ്യണം. അവർക്ക് ഒരുപാട് ടൈം ഫ്രീ ആക്കാതെ നോക്കാം. The teachers will center on what to do at home. നമ്മൾ എന്താണ് വീട്ടിൽ ചെന്നിട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കണം എന്നൊക്കെ അവർക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കാം. The teacher may recommend the activities that the child could do at home. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് റെക്കമെൻഡ് ചെയ്യാം കുട്ടീനോട്. പിന്നെ കൂടെ ചെയ്യിപ്പിക്കണം. കൂടുതൽ ടൈം അവളെ ഒറ്റയ്ക്ക് ഇരുത്തരുത്, കുറച്ച് ടൈം കൊടുക്കാം, അവളെ കുറച്ചും കൂടി എൻഗേജ് ആക്കാം. അതുപോലെ വീട്ടിൽ കുറച്ചും കൂടി പാരന്റ്സ് ശ്രദ്ധിക്കാം. നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സൈക്കിക് ഫാഗ് എന്ന് പറയുന്ന ആ സ്റ്റേജിൽ നമുക്ക് കുട്ടീനെ നോർമലൈസ് ആക്കാനായിട്ട് പറ്റും. ഇനി സൈക്കിക് ബാരിയർ ആണ്. ബാരിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഒരു തടസ്സമാണ്. ഇത് ശരിക്കും കുട്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു തടസ്സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചിലപ്പോ അവന്റെ റിയൽ വേൾഡിൽ, നമ്മുടെ റിയൽ വേൾഡിൽ അവനെ ട്രീറ്റ് ചെയ്യുന്ന രീതി അവന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ചിലപ്പോ പാരന്റ്സ് സ്നേഹത്തോടെ അവനെ സംസാരിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവനെ കെയർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അപ്പൊ അവൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഈ വിഷമുള്ളതൊക്കെ കൊണ്ട് അവന്റെ മനസ്സിൽ അവനൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ അവന്റെ അച്ഛനും അമ്മയും അവന് കൂടുതൽ കെയർ ചെയ്യണതായിട്ടും അതേപോലെ തന്നെ അവനോട് സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണതായിട്ടും അതൊക്കെ അവന്റെ മനസ്സിൽ അത് ക്രിയേറ്റ് ചെയ്യും, മൈൻഡിൽ അത് ക്രിയേറ്റ് ചെയ്യും. സോ അവൻ ആ ഒരു വേൾഡ് വിട്ട് വരാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. ഇങ്ങനത്തെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സൈക്കിക് ബാരിയേഴ്സ് ആണെങ്കിൽ മെയിൻ ആയിട്ട് ഇത് പറ്റണെന്ന് വെച്ചാല് കൂടുതലായിട്ട് സ്നേഹം കിട്ടാത്ത കുട്ടികളാണ് ഈ സൈക്കിക് ബാരിയറിന്റെ പ്രശ്നം വരുന്നത്. പാരന്റ്സ് ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് ആയിട്ടുള്ള കേസുകളിലും ഈ സൈക്കിക് ബാരിയർ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. അഫെക്ഷൻ കുറവുണ്ടാവും. ചിലപ്പോൾ പാരന്റ്സ് ഇപ്പം ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോണതായിരിക്കും. അപ്പൊ അവര് ചിലപ്പോ നോക്കുന്നത് ഗ്രാൻഡ് പാരന്റ്സോ ചിലപ്പോ അതിന് എന്താ പറയാ ആയോ അല്ലെങ്കിൽ അവരെ കെയർ ടേക്കറോ ഒക്കെ ആയിരിക്കും അവർ കുട്ടീനെ നോക്കുന്നത്. സോ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ സൈക്കിക് ബാരിയർ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലേക്ക് ആ കുട്ടി പോകുന്നത്. ഇതുപോലുള്ളൊരു കൊച്ചിനെ എനിക്കറിയാം, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ അമ്മ ഗൾഫിലാണ്, അച്ഛന് ഗവൺമെന്റ് ജോലിയുണ്ട്.
പക്ഷെ ഗ്രാൻഡ് പേരൻസ് ആണ് നോക്കുന്നത്. അപ്പൊ അവര് ഇമോഷൻസും കൊച്ചുങ്ങളെ ഇമോഷൻസ് ആയിട്ട് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവൻ ഭയങ്കര അരഗന്റ് ആയിട്ടാണ് ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ എന്റെ അടുത്തായാലും ഭയങ്കര തർക്കോത്തരം, പഠിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും അവൻ എപ്പോഴും നമ്മൾ ഒരുപാട് സ്നേഹമൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അവനത് വേണ്ട എന്നുള്ള രീതിക്കാണ് എപ്പോഴും അവൻ പെരുമാറുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൊരു അവന് നമ്മുടെ റിയൽ വേൾഡിലേക്ക് വരാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അവൻ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു ബാരിയർ ബുക്സ് അല്ലെങ്കിൽ വായിക്കും, തടസ്സമാണ് അത്. ശരിക്ക് അനിമേറ്റഡ് ബുക്സ് ഒക്കെ വായിക്കും. എന്നിട്ട് ബുക്സിന്റെ ക്യാരക്ടർ ഒക്കെയാണ് കൂടുതൽ. നമ്മളിപ്പോ സംസാരിക്കുവാണെങ്കിലും ബുക്സിന്റെ കാര്യങ്ങളും പിന്നെ അവന്റെ കുറെ ഗെയിംസും കുറെ മറ്റേതില് കൊല്ലുന്ന ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കൂടുതലായിട്ട് ഇഷ്ടം. അപ്പൊ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ടൈപ്പ് ഓഫ് പാരന്റിങ് അല്ല അവർ ചെയ്യുന്നത്. അവര് പറയുന്നത് അവർക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, അപ്പൊ ഇവനെ എപ്പോഴും ഇങ്ങനെ പീഡിപ്പിക്കും. എന്തുകൊണ്ട് മാർക്ക് മേടിക്കുന്നില്ല? കൊച്ചു നല്ല മാർക്ക് ഉണ്ട്, 25 ഒരു 20 ഒക്കെ അത് വാങ്ങിക്കും. അപ്പൊ പറയാം എന്തുകൊണ്ട് നിനക്ക് ഈ 5 മാർക്ക് എവിടെ പോയി, ഞാൻ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു, അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു പാരന്റിങ് ആണ്. നമ്മൾ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു രീതി. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോവില്ല, പറഞ്ഞിട്ട് കാര്യമില്ലാത്തടത്ത് നമുക്കൊന്നും പറയാം. ഒരു കൗൺസിലിംഗ് വേണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവന്റെ സംസാര രീതി കേൾക്കുമ്പോ. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി ഇപ്പൊ ടീനേജർ ചൈൽഡ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ബ്രൈറ്റ് ചിൽഡ്രൻസ് ഒക്കെ കാറ്റഗറിയിൽ വരുന്ന പഠിക്കുന്ന കുട്ടികളാണ് അവര്. അവർ പുറമേ നോക്കുമ്പോൾ പഠിക്കും, അവരുടെ വർക്കുകളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ എന്ത് ചെയ്യുന്നില്ല, അവർ എന്താ പറയാ ഫാന്റസി വേൾഡ് വിട്ട് വരാനായിട്ട് അവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. സോ ദാറ്റ് കൈൻഡ് ഓഫ് ചൈൽഡ് ഡിഗ്രേറ്റഡ് ആണ്. സോ നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ്, അവർ നോർമലൈസ്ഡ് ആക്കുക എന്നുള്ളതാണ്. ചിലപ്പോ നമ്മൾ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കുമ്പം എങ്ങനെയാണ് ചോദിക്കുന്നത്, ടീച്ചറെ കഴിയാറായില്ലേ, ഇത് എപ്പ കഴിയും, എനിക്ക് കഴിയണം, എനിക്ക് ഇതിൽ കൂടുതൽ ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ പറയാ, അവര് വേറെ രീതിയിൽ വേറെ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയിൽ ട്രീറ്റ് ചെയ്യണം. നമ്മൾ ചിലപ്പോൾ സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്തതിന് ചിലപ്പോൾ കാര്യം മനസ്സിലാവും, ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടായിരിക്കും പറഞ്ഞു കൊടുക്കേണ്ടി വരാം. അത് ഏത് ടൈപ്പാണ് ക്യാരക്ടർ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ട റെമഡിയൽ മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതേപോലെ അവനെ കൊണ്ട് ഒരു ആക്ടിവിറ്റീസ് തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ വർക്ക് കൊടുത്തിട്ട് അവൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അവനിപ്പോ വർക്ക് ചെയ്യണ്ടാ? ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നു, ട്യൂഷനാണ് കൂടുതലായിട്ടും. പക്ഷെ അവൻ ഭയങ്കരമായിട്ട് എന്താണ്, അവന്റെ കാര്യങ്ങൾ കേട്ടിരിക്കാൻ ആരും ഇല്ലാത്ത കണക്കൊരു ഫീലിംഗ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തിപ്പം നമ്മൾ എന്തെങ്കിലും സ്കൂളിലെ കാര്യം എന്തായെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വാചാലായിട്ട് സംസാരിക്കും. എന്നിട്ട് അവൻ തന്നെ പറയും എന്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ കേൾക്കത്തില്ല, എന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, അങ്ങനെ സംസാരിക്കും. അമ്മക്ക് അപ്പം മോൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അവൻ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കാം. അതേപോലെ അവനോട് ചോദിക്കുന്നത് എന്തൊക്കെ ഉണ്ടായിരുന്നു, വിശേഷം എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു കെയർ കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഒരു സ്നേഹം കൊടുക്കുമ്പോ പിന്നെ ആ പേരന്റിന്റെ അടുത്ത് ഒന്ന് പറയുകയും കൂടി ചെയ്തോടെ ടീച്ചറെ? ഇല്ല, ഒരു കാര്യം പറയട്ടെ, ആ പാരന്റിന്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ടൈപ്പ് ഓഫ് പാരന്റിങ് അല്ല. അപ്പം അവര് പറയുന്നത് വെച്ചാൽ നമ്മളെ സൈഡിലാണ് വീക്ക് എന്നുള്ള രീതിക്ക് സംസാരിക്കുന്ന പാരന്റ് ആണ് അത്. അവരങ്ങനെയാണ്. അവർക്ക് എനിക്ക് പഠിക്കാൻ പറ്റുമായിരുന്നല്ലോ, എന്തുകൊണ്ട് അവന് പഠിക്കാൻ പറ്റുന്നില്ല, എന്റെ മകനല്ലേ, അവന് പഠിക്കാൻ പറ്റാത്ത എന്താ, LKG-യിലും UKG-യിലും ഒക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്തുകൊണ്ട് അവന് മാർക്ക്, CBSE ആണ് അവൻ പഠിക്കുന്നത്, കുറെ പോർഷൻസ് ഉണ്ട് പഠിക്കാനായിട്ട്, കൊച്ചിന്റെ മാക്സിമം അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവര് ആ ഒരു ചെറിയ ഒരു കാര്യം പറയും, ഞാൻ കാര്യം പറയട്ടെ, അവരെ കൊണ്ട് കൂടുതലായിട്ട് ഇപ്പൊ ചെറിയ കുട്ടികളെ കൊണ്ട് ഒത്തിരി വർക്ക്, ഇപ്പൊ CBSE സിലബസ് നമുക്ക് അറിയാലോ, ഒത്തിരി വർക്ക് ചെയ്യുമ്പോൾ അവർക്കത് ചെറുപ്പത്തിലെ ഒരു മെന്റൽ ബേർഡൻ ആണ് കൊടുക്കുന്നത്. നമ്മള് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നായാലും മെന്റൽ ബേർഡൻ കൊടുക്കാതെ അവരെ നല്ല രീതിയിൽ ഒന്ന് പഠിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കാറുണ്ട്. എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ വീണ്ടും അവന്റെ എപ്പോഴും അമ്മേനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് എന്റെ അടുത്ത് സ്നേഹമില്ല, എന്നെ അവർക്ക് വേണ്ട, എപ്പൊ കുഞ്ഞിലെ എന്റെ തലയൊക്കെ പിടിച്ച് ചവരിലിടിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് അങ്ങനത്തെ എന്ന് വെച്ചാൽ അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവര് എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിഞ്ഞൂടാ. പക്ഷെ വീട്ടിലും അതുപോലെ തന്നെ അവരെ ഹസ്ബൻഡിനെ ട്രീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. അവര് മറ്റേ ഗൾഫിലെ നേഴ്സാണ് പുള്ളിക്കാരി. അപ്പൊ കൂടുതലായിട്ടും കുറച്ച് പൈസയൊക്കെ കൂടുതലാണല്ലോ ഹസ്ബൻഡിന് ജോലിയുണ്ട്, ഗവൺമെന്റ് ജോലിയാണ്. പുള്ളിക്കാരൻ പാവാട്ടോ, കൊച്ചുങ്ങൾ അങ്ങനെ അടിക്കുകയും ബഹളം വയ്ക്കുകയും ഒന്നുമില്ല. ഞാൻ ഇന്നാള് പറഞ്ഞ് ഇപ്പൊ രണ്ടുപേരും കൂടെ കൊച്ചുങ്ങളെ എങ്ങനെയായിട്ട് പീഡിപ്പിക്കുമ്പോ ഭയങ്കരമായിട്ട് വിഷമം വരൂലേ എന്നുള്ള രീതിക്കുള്ള പാരന്റ് ആണ്
ചേട്ടൻ. പക്ഷെ പുള്ളിക്കാരൻ ഇവര് പഠിക്കുന്ന കാര്യത്തിലൊന്നും ഇന്റർഫിയർ ചെയ്യുക ഒന്നുമില്ല. അവര് നോക്കുക അങ്ങനെയൊന്നുമില്ല. പുള്ളിക്ക് സമയമില്ലാത്തോണ്ടായിരിക്കാം 7-8 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വരുന്നത്. ഞാൻ പറയും മാക്സിമം. പിന്നെ അമ്മാമ്മ അച്ചാച്ചൻ എന്നൊക്കെ പറയുന്ന പിള്ളേരെ എപ്പോഴും നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അവർ ചെയ്യുന്ന നമ്മളെ മുമ്പ് വെച്ച് തന്നെ അതിനെ ഒരു 10 കമ്പെടുത്തൊരു 4-5 അടി അടിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വയലൻസ് ആണ് കൂടുതൽ. അത് ഫാമിലിക്കാണ് ശരിക്കും കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. ഈ ഒരു രീതിയിലാണ് ആ കുട്ടി വളർന്ന് പോകണമെങ്കിൽ ചിലപ്പോൾ കുട്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ ടൈപ്പിലേക്ക് ആയിരിക്കില്ല അവന്റെ പോക്ക്. മിസ് ഒരു കാര്യം ആലോചിക്കണം, അവര് നേഴ്സാണ്, എന്നിട്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത്. ഉള്ള ഫ്രസ്ട്രേഷൻസ് എല്ലാം കൊച്ചുങ്ങളെ മണ്ടക്കിട്ടാ കാണിക്കുന്നത്. പറഞ്ഞിട്ട് മനസ്സിലാവുന്ന ഒരു ടൈപ്പ് ഓഫ് അല്ലാന്ന് നമ്മൾ പറയുമ്പോ എന്താ നമ്മളെ കുറ്റപ്പെടുത്തണൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചൂടെ, ഞാൻ അവിടെ ഇല്ലാത്തതല്ലേ എന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. നമുക്ക് കൂടിപ്പോ 1-2 മണിക്കൂർ ക്ലാസ്സിൽ വരുന്ന സമയത്തൊക്കെ അവനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അവന്റെ ഫ്രണ്ട്ഷിപ്പ് വലിയ പിള്ളേരുമായിട്ടൊക്കെയാണ് കമ്പനി, ചുറ്റുപാടൊക്കെ ഉള്ള വലിയ പിള്ളേര്. അപ്പൊ അവരുമായിട്ടൊക്കെയാണ് കമ്പനി. അവരെ കാര്യം വലിയ ആൾക്കാർ സംസാരിക്കുന്ന കണക്കാ സംസാരിക്കുന്നത്. നമുക്ക് ചില സമയമൊക്കെ ദേഷ്യം വരും. ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അത് ആ കുട്ടി അങ്ങനെയാവുമ്പളേ അവനെ ചൂഷണം ചെയ്യാൻ പലരും ചുറ്റുമുണ്ട്. അവന്റെ വീക്ക് പോയിന്റുകളൊക്കെ മനസ്സിലാക്കി സംസാരിക്കുമ്പോൾ പലർക്കും അവൻ ചാഞ്ഞു പോകും. അതുകൊണ്ടാണ്. അതെ അതെ നമ്മളെന്താ വെച്ചാല് നമ്മള് മാക്സിമം അവനോട് മനുഷ്യൻ കിട്ടുന്ന സമയം മാക്സിമം എന്ത് ചെയ്യുക, അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനത്തെ കുട്ടികൾക്ക് ഫാന്റസി വേൾഡിൽ അവർക്ക് ചിരിക്കാനായിട്ട് താല്പര്യം, പക്ഷെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, കഥകളുടെ രൂപത്തിൽ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ ആദ്യം ചിലപ്പോൾ നമുക്ക് അവരോട് അടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. പിന്നെ നമ്മള് എന്താ പറയാ, നമ്മളുടേതായ രീതിയിൽ അവരെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാം. അല്ലെ മാക്സിമം വഴക്കൊന്നും ഞാൻ അങ്ങനെ വഴക്കും അടിയൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. വഴക്ക് പറയാറേ ഉള്ളൂ. എന്നാലും ചില സമയം ഒരുമാതിരി പുച്ഛ ഭാവമാണ് മുഖം കാണാൻ. നിങ്ങൾ എന്തോ വേണമെങ്കിൽ പറഞ്ഞ എനിക്ക് എന്ത് എന്നുള്ളൊരു ടൈപ്പ് ഓഫ്, അത് അവിടെ നിന്ന് അടി കിട്ടി കൊച്ചു അങ്ങനെ ഒരു സ്വഭാവം ആയിപ്പോയതായിരിക്കും. പിന്നെ ഞാൻ ആലോചിക്കും, ഈശ്വര അത് അവനെ അങ്ങനെ ആയതുകൊണ്ടല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ എല്ലാ സമയവും നമ്മളും ഇതായിട്ടിരിക്കൂലേ. പിന്നെയാണ് ഞാൻ ഇതിന്റെയൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ എപ്പോഴും കൂളായിട്ടിരിക്കണം, നമ്മളത് ആ ഒരു ടീച്ചേഴ്സ് എന്നുള്ള രീതിക്ക് കൂളായിട്ടിരിക്കണമെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കും. ഇതിപ്പോ പഠിപ്പിച്ചപ്പോ പെട്ടെന്ന് ഞാൻ അത് ആലോചിച്ചു. ഇതിപ്പോ ഒട്ടുമിക്ക കുട്ടികളിലും കണ്ടുവരുന്നതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ വീട്ടില് അവർക്ക് സ്നേഹം കണ്ടു വളരാൻ പറ്റാത്ത ഒരു അറ്റ്മോസ്ഫിയറിൽ വരുന്നവരാണ് ഇങ്ങനെ വരുന്നത്. അത് കുറച്ച് കഴിഞ്ഞ് ഭാവിയിലേക്ക് വരുമ്പോഴത്തേക്ക് അവര് ഒരുപാട് എന്താ പറയാ അക്രമാസക്തമായ മക്കളായിട്ടാണ് വരിക. അപ്പൊ നമ്മള് പരമാവധി ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടിയായിട്ട് പതുക്കെ അടുത്തിട്ട് ആ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നം അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ഇന്നതാണ് അനുഭവിക്കുന്നത്, ഞാൻ ഇങ്ങനെ ആയത് ഇന്ന കാരണത്താലാണെന്ന് ആ കുട്ടിക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ നമ്മള് അവരുമായിട്ട് കൂടുതലെടുത്ത് ആ കുട്ടി എന്തോ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തോ വേണം എന്ന് ആ കുട്ടി അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അത് കിട്ടാത്തോണ്ടാണ് മറ്റ് ചുറ്റുമുള്ളതൊന്നും അവന് വേണ്ടതോ കിട്ടുന്നില്ല. അപ്പൊ അവന് ചുറ്റുമുള്ളതൊക്കെ അവന് നിസ്സാരമായിട്ട് തോന്നും. അപ്പൊ നമ്മള് ഇവനൊരു ഇളയ കൊച്ചുണ്ട്, ഇവനൊരു ബ്രദറുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ കുറച്ചും കൂടെ കുഞ്ഞാണ്, LKG പഠിക്കുന്ന കുഞ്ഞു കൊച്ചാണ്. അപ്പം അമ്മ വരുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഏറ്റവും കുഞ്ഞുങ്ങൾ അവൻ ഭയങ്കര സോപ്പിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് സ്വഭാവവും ഇവൻ ഈ എടുത്തടിച്ച് സംസാരിക്കുന്ന സ്വഭാവമാണ്. അപ്പൊ അമ്മയ്ക്ക് കൂടുതലായിട്ട് സ്നേഹം വരുന്നത് എപ്പോഴും ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന, മനസ്സിലായ അപ്പൊ അവൻ പറയുന്നത് എന്റെ അടുത്ത് സ്നേഹമില്ല, അനിയന്റെ അടുത്താണ്, ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ മൈൻഡ് പോലും ചെയ്യത്തില്ല, അനിയൻ എന്ത് വെറുതെ അങ്ങ് ചിരിച്ചും അങ്ങ് മയക്കിക്കോളെ, എനിക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ട് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കും. അപ്പൊ അമ്മയും പറയാം അവരങ്ങനെ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്ന അവന്റെ അമ്മയുടെ കെയറും ആണ്. കിട്ടണമെന്നാണ് അവൻ എക്സ്പെക്ട് ഞാൻ ഇന്നാള് പറഞ്ഞായിരുന്നു, ചേച്ചി കുറച്ച് കടങ്ങളൊക്കെ കുറഞ്ഞെങ്കിൽ ഇത്തിരി ഒരു 10-15 വയസ്സ് വരെയെങ്കിലും നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചുങ്ങളുടെ അടുത്ത് ആ ഒരു സമയം മാത്രമല്ലേ, ആമ്പിള്ളേരല്ലേ, അപ്പൊ അവര് ആ സമയത്തല്ലേ നമുക്ക് കയ്യിൽ കിട്ടുള്ളൂ. അപ്പൊ അവര് പറയും നമ്മളെ സിറ്റുവേഷൻസ് നമുക്കെല്ലായിടവും മാറ്റാൻ പറ്റുള്ളൂ, എന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നുമ്പോ ഞാൻ ഒന്നും പറയൂല. അവര് പഠിക്കാൻ പറഞ്ഞ് നല്ലതായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന സാധനം മേടിച്ചു തരാം അങ്ങനെ പറഞ്ഞൂടല്ലോ. അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കൊച്ചുങ്ങളുടെ അടുത്ത് എപ്പോഴും. അത് മേടിച്ചു തരാം, ഇത് വാങ്ങിച്ചു തരാം, വലിയ സാധനങ്ങൾ മേടിച്ചു തരാം, അങ്ങനെ പറഞ്ഞ കൊച്ചിനെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നേരെ പഠിക്കൂല. എനിക്ക് നല്ല മാർക്ക് മേടിക്കണം. ഞാൻ പറഞ്ഞു എന്ത് ഇത്തവണ ഇത്ര ഇത്, അമ്മ പറഞ്ഞ് സൈക്കിള് മേടിച്ചു തരാന്ന്, ഇങ്ങനെയാ സംസാരിക്കുന്നത്. അല്ലാതെ ഒരു സ്നേഹം കുറവാണ് അവർക്ക്. അവര് വീട്ടിലെല്ലാവർക്കും അങ്ങനെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ പാരന്റ്സിന് നമ്മളൊരു കൗൺസിലിംഗ് കൊടുക്കുന്നത്, പാരന്റിങ്ങിനെ കുറിച്ചിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നത് നല്ലതാണ്.
കാരണം ഇന്നത്തെ പാരന്റ്സിന് വേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് എങ്ങനെയാണ് കുട്ടികളെ കെയർ ചെയ്യേണ്ടത്. നമ്മളുടെ ജനറേഷനിലുള്ള നമ്മുടെ പാരന്റ്സ് കെയർ ചെയ്യുന്ന പോലെ ഇപ്പൊ 10 പേരുണ്ടെങ്കിൽ 5 ഓ 8 പേരുണ്ടെങ്കിൽ മൂത്തവര് ഇളയവരെ നോക്കിക്കോളും. അവർ നല്ല കെയറിങ്ങോ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്കധികം ഡീവിയേഷൻസ് ഒന്നും സംഭവിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല, അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ കൂടുതലായിട്ട് ഡീവിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. പാരന്റിങ്ങിന്റെ പ്രശ്നം മെയിൻ ആയിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം വർക്കിംഗ് ആണ്, എല്ലാവരുടെയും ജോബിന്റെ പാർട്ടാണ് ഈ വർക്ക് എന്ന് പറയുന്നത്. ടൈം കിട്ടായ്മയും അതൊക്കെ. പക്ഷെ നമ്മൾ കുറച്ച് ടൈം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ആ ടൈമിൽ മാത്രം, ആ ടൈമിലെങ്കിലും കുട്ടികളോട് കുറച്ചും കൂടി എന്താവാനായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ആവാനായിട്ട് അവരോട് പറയുന്നു. എനിക്ക് തോന്നുന്നു ഇത് കുട്ടി ഈ ഒരു ക്യാരക്ടറിലാണ് പോകുന്നതെങ്കിൽ കുറച്ച് ഏജ് കഴിയുമ്പോൾ ആളെ നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറിലേക്ക് വരും. അല്ല, അവൻ ഭയങ്കര അരഗന്റ് ആണ്. നമ്മൾ ഒരു 10 മിനിറ്റ് സംസാരിച്ച് ഒരു 15ാമത്തെ മിനിറ്റ് സംസാരിക്കുമ്പോ ഇപ്പൊ നമ്മളെ റെഗുലർ ആയിട്ട് കാണുന്നോണ്ട് കുഴപ്പമില്ല. വേറെ വെളിയിൽ നിന്ന് ഒരാൾ കണ്ട് അവനോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്ത് ചെറുക്കൻ ഇങ്ങനെയാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. ആ ഒരു ടൈപ്പ് ഓഫ് സ്വഭാവമാണ്. അവൻ പെട്ടെന്ന് എല്ലാരും വെറുപ്പിക്കുന്നതാണ് അവന് കൂടുതൽ ഇഷ്ടം. എന്നിട്ട് തർക്കുത്തരം പറയുമ്പോ നമ്മൾ തിരിച്ചു പറയാത്ത എന്തുകൊണ്ടാണ്? അവര് കുഞ്ഞു മക്കളായതുകൊണ്ടാണ്. അപ്പൊ അവൻ വിചാരിക്കണമെന്ന് വെച്ചാൽ ഓപ്പ ഞാൻ ജയിച്ചു, ഞാൻ പറഞ്ഞു ശരിയാണ്, ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പുച്ഛഭാവം. എപ്പോഴും അങ്ങനെ ഒരു സ്ഥായിയായ ഭാവം. ഞാൻ അമ്മയടുത്ത് പറയും ഇടയ്ക്ക്. അമ്മ പറയും എടാ കൊച്ചു പിള്ളേരല്ലേ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് തന്നെ ചിലപ്പോഴൊക്കെ ദേഷ്യം വരും. പിന്നെ പറഞ്ഞു ഇതൊക്കെ ഉള്ളതല്ലേ, അവര് നോക്കാത്തോണ്ടാ കേട്ടോ. ബാഡ് പാരന്റിങ് ആണ്. വെറുതെ എടുത്തിട്ട് അടിക്കും, ആവശ്യമില്ലാത്തതിന് അവരെ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും. അവനെ എപ്പോഴും ബ്ലെയിം ചെയ്യും. ഇത് അവർക്ക് സ്നേഹം കിട്ടാണ്ട് വളർന്നു വരുന്ന കുട്ടികളാണ് ഈ മെയിൻ ആയിട്ട് സൈക്കിക് ബാരിയേഴ്സ് അല്ലെങ്കിൽ സൈക്കിക് സാഗ്യൂ എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് പോകുന്നത്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സ്കൂളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്കൂളിലൊക്കെ പാരന്റ്സിനെ വിളിച്ചു വരുത്തിട്ട് അവർക്കൊക്കെ ഒരു ക്ലാസ് എടുത്തു കൊടുക്കണം അല്ലെ ടീച്ചറെ? ആദ്യം പാരന്റ്സിനാണ് അത് വളരെ നല്ലതായിരുന്നു. കൗൺസിലിംഗ് ഉണ്ട് പാരന്റ്സിന് വേണ്ടി മാത്രമായിട്ട്, അല്ലെങ്കിൽ പാരന്റ്സ് ആവാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് കൗൺസിലിംഗ് ഉണ്ട്. ഇപ്പൊ അവൈലബിൾ ആണ്. ഇതൊന്ന് April 6 April 1st വീക്ക് എറണാകുളത്ത് വെച്ചിട്ട് കൗൺസിലിംഗ് സാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ടീച്ചർ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ ടീച്ചറോട് സംസാരിച്ചപ്പോ പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ അത്രയും വേണ്ടൊരു കാര്യമാണ്. എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോവാത്തത്. പങ്കെടുക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ പാരന്റ് എന്ന നിലയിലും അതേപോലെ തന്നെ ടീച്ചർ എന്ന നിലയിലും എനിക്ക് പങ്കെടുക്കുന്നത് ഭയങ്കര ആഗ്രഹമുള്ള ഒരു ക്ലാസ് ആയിരുന്നു അത്. എനിക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, ആ ദിവസങ്ങളിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്. സോ ഈ ഒരു ക്യാരക്ടറിൽ നിന്ന് നമ്മൾ അവരെ മാറ്റിയെടുക്കാനായിട്ട് കൂടുതലായിട്ട് അവരെ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് മാറ്റിയെടുക്കാം. നമുക്ക് ഈ ഒരു ബാരിയർ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. മെയിൻ ആയിട്ട് സ്നേഹം കിട്ടാത്തവരും അതേപോലെ അവർക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല, അവർ പറയുന്ന കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരോട് ഒരു സ്നേഹമില്ല എന്ന് അവരുടെ മനസ്സിൽ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യായിരിക്കും. എന്റെ അഭിപ്രായത്തിലില്ലേ, നമുക്ക് കുട്ടികളോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. ഭയങ്കര നമ്മൾ ദേഷ്യത്തോടെ അല്ലെങ്കിൽ നമ്മൾ പഴയ ഒരു സ്ട്രിക്ട്നെസ്സോടൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. പിന്നെ അവരുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്നൊന്നും പറയാനായിട്ട് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇന്നത്തെ ജനറേഷനിലുള്ള കാര്യം ഞാൻ പറയുന്നത്. സോ നമ്മള് മിസ്സേ അത് കുറെ ഇങ്ങനെ ചില പേരൻസ് ഒക്കെ ഇങ്ങനെ മക്കളെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തൂലേ? അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വഴി തെറ്റിപ്പോകും, അവരങ്ങനെ ആയി പോകും, ഇങ്ങനെ ആയി പോകും എന്നൊക്കെ ഇങ്ങനെ മുൻകൂട്ടി അവർ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് അല്ലേ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്നത്? എനിക്ക് സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്നതിനോട് വലിയ താല്പര്യമില്ല. കാരണം ഫ്രണ്ട്ലി ആയിട്ട് വളർത്താണെങ്കിൽ നമ്മളോട് എന്തൊരു പ്രശ്നം അവരുടെ ലൈഫിലുണ്ടെങ്കിലും അത് തുറന്നു പറയാനായിട്ട് അവരൊരു മനസ്സ് കാണിക്കും. അല്ലെങ്കിൽ നമ്മളോടായിരിക്കും അവർ തുറന്നു പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ കുട്ടികളോട് ചോദിക്കാം ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചിട്ട് അത് അവൾ പറയുമ്പോ അത് നമ്മളുടെ പേരാണ് പറയുന്നതെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയാ അവരെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സക്സസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സ് എന്താ പറയാ കറക്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതല്ല ഇന്ന വേറെ കുട്ടികളുടെ പേര് പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ അത്രയും കുട്ടികളോട് അറ്റാച്ച്ഡ് അല്ല, അവരുടെ ഫ്രണ്ടിന്റെ അത്രയും നമ്മൾ അത്രയും ആയിട്ടില്ല. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മോളോട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ അവള് പറയാം അമ്മ പറയാം. കാരണം ഹസ്ബൻഡ് കുറച്ച് സ്ട്രിക്റ്റ് ആണ് അപ്പൊ ഞാനാണെങ്കിൽ അവളുടെ ഒപ്പം നിൽക്കും, ഒരു കളിക്കും അതേപോലെ വ്യക്തി കാര്യത്തിൽ അവളുടെ ഒപ്പം തന്നെ നിൽക്കും. എനിക്കറിയാം ഇനി നമ്മൾ അവളുടെ ഈ ഒരു കാര്യത്തിന് എങ്ങനെയാണ് അവൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവളുടെ ഒപ്പം നിൽക്കണത്. ചിലപ്പോ മിസ്റ്റേക്ക് ഉണ്ടാവും, ഞാൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ അത് തിരുത്തി കൊടുക്കും. അപ്പൊ നമ്മൾ മാക്സിമം കുട്ടികളുടെ ഒപ്പം നിൽക്കാൻ നോക്കുക, അവരെ ഫ്രണ്ട് ആയിട്ട് നിൽക്കാൻ നോക്കുക.
ജസ്റ്റ് ഒരു ഫ്രണ്ട്. ചിലപ്പോ ഈ ഒരു ഏജ് കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല മിസ്സേ, കുറച്ച് ഏജ് കഴിയുമ്പോൾ അഡോളസെന്റ് ആവുമ്പോൾ അവർ നമ്മളിൽ നിന്ന് അകന്നു പോകും. സോ ആ ടൈമിലല്ലേ, അപ്പൊ ആ ടൈമിൽ വേറൊരു രീതിയിലായിരിക്കും കുട്ടികളോട് അപ്രോച്ച് ചെയ്യുന്നത്. ഓരോ ടൈമിലും ഓരോ ഏജ് ഓഫ് ഡെവലപ്മെന്റ് സമയത്തും നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് കാര്യങ്ങൾ പഠിച്ച സമയത്ത് ഓരോ ടൈമിലും കുട്ടികളോട് ഓരോ രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. സോ നമ്മൾ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്താൽ മതി. ഞാനൊരു പോർഷൻ ഒന്ന് റീഡ് ചെയ്യാം. Psychic barrier ആണ്. This is when a child erects a barrier between him and the world. നമ്മുടെ റിയൽ വേൾഡ് ആയിട്ട് അവർ ഒരു തടസ്സം ക്രിയേറ്റ് ചെയ്ത് വെക്കാണ്. The child feels so disappointed in the way he has been treated. The child goes from fantasy world to rejection of the real world and place obstacles against his environment. അവൻ ശരിക്കും പറഞ്ഞാൽ അവന് കൂടുതലായിട്ട് അവൻ ഡിസപ്പോയിന്റഡ് ആണ്. അവൻ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്. ഈ അമൃത പറഞ്ഞ കേസിലാണെങ്കിൽ അവന്റെ ഗ്രാൻഡ് പാരന്റ്സ് അവനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ട് അവന് ഒട്ടും താല്പര്യം. സോ അവൻ ഒരു ഫാന്റസി വേൾഡിലേക്കാണ് അവൻ പോകാൻ താല്പര്യം. കാരണം അവിടെ ഗെയിമുകളിൽ അവന്റെ ഗെയിം അല്ലെങ്കിൽ ആ ഒരു കാർട്ടൂൺ അതൊക്കെ വരുമ്പോ അവനാരും ഉപദ്രവിക്കുന്നില്ല, അല്ലെങ്കിൽ അവനെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. അങ്ങനത്തെ ആ ഒരു റിയൽ വേൾഡിനെ റിജക്ട് ചെയ്തുകൊണ്ട് അവന്റെ ഫാന്റസി വേൾഡിലേക്ക് അവൻ പോയിരിക്കുകയാണ്. ഇഫ് ഹി ഡസ് നോട്ട് ഗെറ്റ് ഹെൽപ്പ് അറ്റ് റൈറ്റ് ടൈം, കറക്റ്റ് സമയത്ത് ഈ കുട്ടിക്ക് ആയാലും കറക്റ്റ് സമയത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഹിസ് പേഴ്സണാലിറ്റി മേ ബി റിട്രെയിൻഡ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നെഗറ്റീവ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് ഈ കുട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളൊക്കെ ന്യൂസിലൊക്കെ കാണുന്ന പോലെ ഒരു എന്താ പറയുക, കുട്ടീനെ തല്ലിക്കൊന്നാൽ പോലും ഒരു പേടിയില്ലാത്ത അത്രയും എന്താ പറയാ അത്രയും മോശം ക്യാരക്ടറിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഈ പറഞ്ഞനുസരിച്ച് അങ്ങനെ ദേഷ്യം എങ്ങനെയും പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്ക് മാറും കുട്ടികൾ. നമ്മൾ മാക്സിമം എന്ത് ചെയ്യാൻ ആകുമെന്നല്ല, ആകാതിരിക്കട്ടെ, ഈ ഒരു രീതിയിലാണ് അവരെ ബിൽഡ് ചെയ്യണത് അല്ലെങ്കിൽ പാരന്റിങ് ചെയ്യണമെങ്കിൽ കെയർ ചെയ്യണമെങ്കിൽ ആ കുട്ടി അങ്ങനെ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇവരെന്താ ചെയ്യാന്നറിയോ, നമ്മൾ ഈ കുട്ടികളോട് കുറച്ചും കൂടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ നമ്മൾ ഈ നോർമലൈസ്ഡ് ആക്കുമ്പോൾ ഈ പാരന്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് മാർക്ക് കുറവാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് ട്യൂഷൻ ആയതുകൊണ്ട് ഞാൻ പറയാം നമ്മളുടെ അടുത്ത് മാറ്റും. അപ്പൊ നമ്മൾ ആദ്യം കൗൺസിലിംഗ് കൊടുക്കേണ്ടത് പാരന്റ്സിനാണ്. പാരന്റ്സിനോട് പറയാം നിങ്ങളുടെ മകൻ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന കുട്ടികളെ പോലെ, അല്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾസ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു എക്സാമ്പിൾസ് ഈ ഇടയ്ക്ക് തന്നെ ഉള്ളത് അവരുടെ പോലെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പാരന്റിങ്ങിൽ പോസിറ്റീവായിട്ട് തന്നെ പാരന്റ് ചെയ്യണം. പാരന്റിങ് ഒരുപാട് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. അതെ, എക്സാംസിനൊക്കെ നമ്മളിപ്പം അവന്റെ പോർഷൻസ് ഞാൻ പഠിപ്പിച്ചു തീർന്നു. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ചോദിക്കും, ടീച്ചറെ ഞാൻ എല്ലാ പോർഷൻസും പഠിച്ച് പറഞ്ഞില്ലേ, നാളെ ഞാൻ ഒരു അവധി എടുത്തോട്ടെ, മറ്റന്നാൾ നന്നായിട്ട് ഞാൻ പോയി എക്സാം എഴുതാന്ന് ഇങ്ങനെ എന്റെ അടുത്ത് പറയാം. അപ്പൊ ഞാൻ അവധി കൊടുത്ത ഉടനെ അവർ എന്നെ ഫോൺ വിളിക്കും. എന്തിന് കൊച്ചിന് എക്സാമിന്റെ അവനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, റിവൈസ് ചെയ്യേണ്ടത് ഞാൻ പോലും ഇല്ലാത്തതാണെന്ന് പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറയും. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമാണ്. അപ്പൊ ഞാൻ തന്നെ പറയാം, അമ്മ നിർത്താമ്മ, ഞാൻ എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. കൊച്ചിനെ ഒരു ഓവറായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇതാക്കി കഴിഞ്ഞാലും പ്രശ്നമല്ലേ. അവര് പുറത്ത് കളിക്കാൻ വിടത്തില്ല, പഠിക്കാൻ ഇനി പഠിച്ചില്ലെങ്കിൽ നീ പുറത്ത് കളിക്കാൻ പോണ്ട, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഒരു ടൈപ്പ് ഓഫ് ഞാൻ പല പേരൻസിനെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ ഞാൻ ഒരുപാട് പേര് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ എന്റെ അടുത്തും ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ടുള്ളതും പിള്ളേരുടെ അടുത്ത് ഇതേപോലെ ബിഹേവ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. മിസ്സേ ഇവിടെയുണ്ട്. എൻ്റെ ഒരു കസിനാണേ, പുള്ളിക്കാരി മോണ്ടിസോറി ടീച്ചറാ, ഇന്റർനാഷണൽ സ്കൂളിലെ മോണ്ടിസോറി ടീച്ചറാ. അതിന് ആപ്പാട് ഒരു കൊച്ചുണ്ട്, അതിനെ ഈ ഇങ്ങനെ പഠിപ്പിക്കില്ല. എടാ പഠിക്കടാ പഠിക്കടാ പഠിക്കടാ, എടാ ഇങ്ങോട്ടേക്ക് പോവല്ലേ. അതാണ് ആ കൊച്ചിന് ഒരു ഫ്രണ്ട്സുമായിട്ട് ഒരു കമ്പനി ഇല്ല, ആരുമായിട്ട് കമ്പനി, പുസ്തകപ്പുഴു പോലെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഒരാൾ പുറത്തുനിന്ന് കയറി വന്നാൽ എഴുന്നേക്കണം, പ്രായത്തിൽ മൂത്തവരെ കണ്ടാൽ എഴുന്നേക്കണം, ഒന്നുമില്ല. ഒരു മോണ്ടിസോറി ടീച്ചറിന്റെ കൊച്ചാന്ന് നോക്കണം. ഒരു കാര്യങ്ങളും ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങോട്ടേക്ക് എന്റെ വീട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്റെ കൊച്ചിന്റെ ടോയ്സ് കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ എടുത്ത് കളിച്ചു മോനെ എന്ന് പറഞ്ഞേ. അന്നേരം നേരെ അമ്മയുടെ നേരേക്ക് നോക്കുക. അപ്പൊ അമ്മ ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുക വേണ്ടാന്ന്. എന്നുവെച്ചാൽ കൊച്ചിനെ വേറൊരാളായിട്ട് കളിക്കാനും വിടത്തില്ല, ഒന്നുമില്ല, ഇങ്ങനെ പൂട്ട് കെട്ടി വെച്ചോണ്ടിരിക്കുക. എന്നിട്ട് എന്തെങ്കിലും കൊച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോക്ക് ഇൻ ഇംഗ്ലീഷ് ഉള്ളി. വീട്ടിലും അവർ ഇംഗ്ലീഷ്. പുള്ളിക്കാരിക്കാണെങ്കിൽ ഹസ്ബൻഡിന് ഒരു പുല്ല് വില പോലും ഇല്ല. അതെ ഫാമിലി ബോസിങ് ആകുമ്പോഴും പ്രശ്നം വരും.
എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെയാണ് പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത്. നല്ല സാലറി, ഹൈ സാലറി എന്ന് വെച്ചാൽ ഹൈ സാലറി. പക്ഷെ പുള്ളിക്കാരിക്കും അത്രയും തന്നെ ഉണ്ട്. പക്ഷെ പുള്ളിക്കാരി പറയുന്നത് ചേച്ചി നല്ല സുന്ദരിയാണ്, ചേട്ടൻ ഇച്ചിരി കറുത്തതൊക്കെയാ. അപ്പോൾ ആള് പറയുന്നത്, ഓ നിങ്ങളെ ഞാൻ എന്ത് കണ്ടിട്ടാണോ കണ്ട് ഇഷ്ടപ്പെട്ടത് ദൈവത്തിന് മാത്രം അറിയാം. ഇപ്പൊ എനിക്ക് എത്ര ആലോചനകൾ വന്നതാ. നിങ്ങളെ പോലെ തന്നെയാ ഈ കൊച്ചി ഇരിക്കണേ, കറുമ്പനാ. എടാ പൊട്ട, ടീച്ചർ വിളിക്കുന്ന മോനെ, എടാ പൊട്ട ഇങ്ങോട്ടേക്ക് വാടാന്ന്. മോണ്ടിസോറി ടീച്ചറാണ്, എന്നിട്ട് മോനെ ട്രീറ്റ് ചെയ്യുന്നതാ എടാ പൊട്ട ഇങ്ങോട്ടേക്ക് വാടാ, ടോക്ക് ഇൻ ഇംഗ്ലീഷ് ഓൺലി, യു ഡോണ്ട് ടോക്ക് എനിവെയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഫുള്ളും ഒരു അടിച്ചിരുത്തി. ഒരു ജയില് പോലെ ആ കൊച്ചിന്റെ വീട്. ഞങ്ങൾ അവിടെ പോയി കണ്ടതാ. ഫുള്ളും പഠിക്കാനുള്ള സാധനങ്ങൾ, ഫുൾ സ്റ്റോറി, കളിപ്പാട്ടങ്ങളൊക്കെ അതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ കൊച്ചി ഇങ്ങനെ ഇത് മാത്രം, കൊച്ചിന് എന്താ ഫുഡ് കഴിക്കണമെങ്കിലും TV അല്ല, സ്റ്റോറി വെച്ച് കൊടുത്തേക്കുവാ. സ്റ്റോറി കണ്ട് വേണം കൊച്ചു കഴിക്കാൻ. വേറെ കാർട്ടൂണോ ഗെയിംസോ ഒന്നുമില്ല. ഒരു പ്രത്യേക രീതിയിൽ ഒരു മാർക്ക് കുറഞ്ഞു പോയാ തുടങ്ങും, നിന്നെ ഞാൻ ഫീസ് കൊടുത്തല്ലേ പഠിപ്പിക്കുന്നത്, ഇത് എന്താ ഇത് കാണിക്കുന്നേ, മോണ്ടിസോറി ടീച്ചറാ പറഞ്ഞു കൊടുക്കണേന്ന് തോന്നണം. ഭയങ്കര ഇതാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പറയും, ആന്റി ഞാൻ ഒരു ദിവസം ഇവിടെ നിന്നോട്ടെ ആന്റി, ഒരു ദിവസം നിന്നോട്ടെ ഞാനിവിടെ. ഞാൻ കൊച്ചിനോട് ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ പറയണേ, ഒരു ദിവസം ഞാൻ ഇവിടെ നിന്നോട്ടെ ആന്റി, മമ്മിയോട് ഒന്ന് പറയാമോ. ഞാൻ എന്റെ പൊന്നും മോനെ, ആന്റിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ മമ്മിയോട് ആന്റി പറയത്തില്ല എന്ന് പറയും. ഭയങ്കര ഇതാ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയും, എന്റെ കൊച്ചിനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം, അത് വേറെ ആരും പറയണ്ടെന്ന് പറയും. അത് മാത്രല്ല, അവരുടെ കൊച്ചുങ്ങളുടെ മാർക്ക് ഭയങ്കര പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് അവർ കാണുന്നത്. അല്ലാതെ കൊച്ചുങ്ങളെ മനസ്സ്, അതൊക്കെ വെച്ചൊക്കെ നമ്മളെ പേരൻസിനെയൊക്കെ നമിക്കണം. അവർ ഉള്ള മാർക്ക് മതി, തോക്കാതിരുന്നാ മതി എന്ന് മാത്രമേ എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു വളർത്തിയിട്ടുണ്ട്. അന്നത്തെ കാലമാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം. ചേച്ചി പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയാണ് ഈ കൊച്ചു പഠിക്കുന്നത്. ഈ കൊച്ചു ഒന്നാമതെ വീട്ടിൽ ഇങ്ങനെ ആയ കാരണം സ്കൂളിൽ ക്ലാസ് ചെന്ന് കഴിയുമ്പോ പിള്ളേരോട് ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. അത് ഈ ഉപദ്രവം പോലെയാ കാണിക്കുന്നേ. പക്ഷെ എല്ലാവരും ടീച്ചേഴ്സൊക്കെ വന്ന് സ്റ്റാഫ് റൂമിൽ വന്ന് പുള്ളിക്കാരിയോട് പറയും, ഇന്ന കൊച്ചു ഇന്നത് ചെയ്തു, ഇന്ന കൊച്ചു ഇങ്ങനെ ചെയ്തു. പുള്ളിക്കാരി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു വടി എടുത്ത് തുടങ്ങുമെന്ന് പറഞ്ഞു. ഇന്ന് ടീച്ചർമാരുടെ മുന്നിൽ ഫുള്ളും ഞാൻ നാണം കെട്ടു, നീ കാരണം എന്നെ നാണക്കേട് മൊത്തമാക്കിയത്, ഇത് എന്താ കിടന്ന് കാണിക്കുന്നത് എന്നോട് പറഞ്ഞതാ പുള്ളിക്കാരി. ഞാൻ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേച്ചി മോണ്ടിസോറി ഒക്കെ പഠിച്ചല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ. ഞാൻ അങ്ങോട്ട് ചോദിക്കും, ചിലുവിന് ഒരു മോളുണ്ടല്ലോ, ചിലു മോണ്ടിസോറി പഠിക്കുന്നില്ലേ, ഈ സെയിം സിറ്റുവേഷൻ ചിലുവിന് വന്നു കഴിയുമ്പോ ചിലു എങ്ങനെയാ ചെയ്യണെന്ന് പറയുന്നു. അപ്പൊ എന്നെ അപ്പൊ തന്നെ കമ്പയർ ചെയ്യുക, ചിലുവും പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ. ഇങ്ങനെ ഒരു പ്രത്യേക തരം മെന്റാലിറ്റി. ടീച്ചറെ ബുദ്ധി കൂടിപ്പോയാലും പഠിപ്പ് കൂടിപ്പോയാലും കുഴപ്പാ, അവരെ പോലെ ആവണം. ആ കൊച്ചിന് ചെറിയൊരു സ്വന്തം പ്രൊണൗൺസിയേഷൻ ചെയ്യാൻ അറിയത്തില്ല, മലയാളം ഒന്നും അറിയത്തില്ല. അപ്പൊ അതിനോട് പറയുന്ന, നീ ഒരു പട്ടണ, അതെ നിന്നെക്കാളും പ്രായം കുറഞ്ഞ കൊച്ചൊക്കെ സംസാരിക്കുന്നത് കണ്ടോ, അങ്ങനെയൊക്കെയാ പറയുന്നത്. ഇപ്പൊ എന്റെ കൊച്ച് ഇപ്പൊ നാട്ടിൽ നിന്ന് വന്ന കാരണം മലയാളം പറയും. ആ കൊച്ചിന് ഇവിടെ ഇരിക്കുന്ന കൊച്ചിന് മലയാളം പറയാൻ അറിയത്തില്ല. എന്താ പറയാ, അയ്യേ നിനക്ക് നാണം ഉണ്ടോടാ, നിന്നേക്കാളും എത്ര വയസ്സിന് ഇളയ കൊച്ച, എന്നിട്ട് ആ കൊച്ചു സംസാരിക്കുന്നത് കണ്ടോ. കണ്ടുപിടിക്ക്. കമ്പാരിസൺ ഭയങ്കര ഇവിടെ. ശരിക്കും പറഞ്ഞാല് നമ്മൾ ആ പാരന്റിങ്ങിന്റെ പ്രശ്നമാണോ വെച്ചത്. മോൺസോറി പഠിപ്പിച്ച ടീച്ചർ ഒരിക്കലും അങ്ങനെ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇവിടെ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് അല്ലേ. ഇത്രയും ദിവസത്തെ ക്ലാസ്സോട് പോലും മനസ്സിലായിട്ടുണ്ടാവും. ഒരിക്കലും നമ്മൾ കുട്ടികളോട് ഇങ്ങനെ ക്ലാഷ് ഒക്കെ ആയിരിക്കും. മറ്റുള്ളവരെ മുമ്പിൽ നാണം കെടരുത്, മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഇതാണ് എന്നുള്ളൊരു വിചാരം ഉള്ളവരായിരിക്കും ഇവരൊക്കെ. നമ്മളൊന്നും അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. മക്കളെ ബ്രെയിൻ ഇത് ശരിക്കും സത്യമായിട്ട് പറഞ്ഞാൽ മോണ്ടിസോറി ടീച്ചറാ പുള്ളിക്കാരി. ഇന്റർനാഷണൽ സ്കൂളിലെ മോണ്ടിസോറി ടീച്ചറാണ്. ഇത് ഒരു വർഷത്തെ അവർക്കൊക്കെ അറിവാണ് ഉള്ളോ. അറിവെന്ന് പറയാ, അവർ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ളത് സ്വായത്തമാക്കി അവരുടെ കാശിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടാണ്. അല്ലാണ്ട് വിവേകമോ ഒരു കുഞ്ഞിനെ എങ്ങനെ നോക്കണമെന്നോ അവർ പഠിച്ചിട്ടില്ല. അതെ, ഇതിൽ നിന്ന് നമുക്ക് എന്താണോ ഗ്രാസ്പ് ചെയ്യണം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഈ ടെസ്റ്റ് അങ്ങനെ കാണാപ്പാഠം പഠിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് ഗ്രാസ്പ് ചെയ്യണത്, ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്, ആ ഒരു റിട്ടേൺ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു കൺക്ലൂഷൻ ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. പിള്ളേർക്ക് കൂടുതൽ ഫോഴ്സ് കൊടുക്കാതിരുന്നാൽ തന്നെ അവർ നന്നായിട്ട് പഠിച്ചോളും. അത് ഇവർക്ക് അറിയില്ല. എന്റെ അഭിപ്രായം അതാണ്. ഒത്തിരി കോഴ്സ് കൊടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നതോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്താ പറയാ, ഒരു കുട്ടിയിട്ട്
ഭയങ്കരമായിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുക. അധികം ഏജ് ഒന്നും ഇല്ല, 7th അങ്ങനെ എന്തോ ആണ്. മുഖം കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ഉറക്കം തൂങ്ങിയിരിക്കുക. CBSE ആ. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി മോനെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല മിസ്സേ ഞാൻ കഴിഞ്ഞ ദിവസം ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാന്ന് ചോദിച്ചു. ഇന്ന് മാത്സ് എക്സാം ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മോനെ എപ്പോഴാണ് എഴുതിയെന്ന് ചോദിച്ചു. മിസ് ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റു. ഞാൻ ചോദിച്ചു എന്റെ അടുത്ത് മോനെ എപ്പോഴാണ് കടന്നേന്ന് ചോദിച്ചു. പറയാം 12 മണിക്ക് അമ്മ എന്നെ കടത്തിയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ അവരുടെ പാരന്റിങ്ങിന്റെ പ്രശ്നമാണത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടൈം കൊടുത്തില്ല 7ാം ക്ലാസ്സിലെ കുട്ടീനെ അങ്ങനെ സ്ട്രിക്റ്റ് ആക്കി പഠിപ്പിക്കേണ്ട കാര്യം ഉണ്ടാവും. നമ്മളൊക്കെ കുറച്ച് ഉറക്കൊളിച്ചിട്ട് എപ്പോഴാണ് ആ 10th SSLC എക്സാമിന്റെ സമയത്താണ്. എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ എഴുന്നേറ്റ് പഠിച്ചിട്ടേ ഇല്ല. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പഠിക്കാൻ സ്വഭാവം എനിക്ക് ഉണ്ടാവേ ഇല്ല. കാരണം മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങിയില്ല ആണ് ഞാൻ എക്സാം എഴുതിയിട്ടുള്ളത്. നമ്മൾ മാക്സിമം കുട്ടികളെ ഫ്രീ ആയിട്ട് വിടാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ ഒത്തിരി ഇമ്പോർട്ടൻസ് നമ്മൾ ഈ പീരിയോഡിക്കൽസിനോ ഒന്നും കൊടുക്കാതിരിക്കാം. നമ്മൾ കുട്ടികളിൽ ലാംഗ്വേജ് അതേപോലെ തന്നെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്യുക. ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫുൾ ടൈം ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണം അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ കുട്ടികൾ പഠിക്കുന്നത് ലാംഗ്വേജ് ആണ്. നിങ്ങൾ ആലോചിച്ചിട്ട് 10th വരെ നമ്മൾ ഒത്തിരി സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട്. അതിന്റെ വല്ല ഒരു ഉപകാരം 10th കഴിഞ്ഞിട്ട് +1 +2 അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൊഫഷൻ ഉണ്ടോ? നമ്മൾ നമ്മുടെ പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ലാംഗ്വേജ് ആണ്. അതേപോലെ മാത്തമാറ്റിക്സ് മാത്സ് കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കുറച്ചാണ്, ഒത്തിരി അല്ലാണ്ട്. ചില ടീച്ചേഴ്സ് ഒക്കെ ഈ എന്താ പറയാ ഉച്ചിട്ട പോലെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ടേബിൾ ഒക്കെ പറയിപ്പിക്കും ചില പിള്ളേരെ കൊണ്ട്. അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ ഇതെല്ലാം നമുക്ക് ഓരോ രീതിയിൽ എങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാന്നൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ സെഷനിൽ ഒരു കളി പോലെ ഒരു ഗെയിം പോലെ എങ്ങനെയൊക്കെ പഠിച്ചു കൊടുക്കാൻ നമ്മൾ പ്രാക്ടിക്കൽ സെഷനിൽ ഡിസ്കസ് ചെയ്യും. നമ്മള് പ്രാക്ടിക്കൽ സെഷനിലേക്ക് എത്തുമ്പോൾ അത് ഡിസ്കസ് ചെയ്യും. ഇനി ഒത്തിരി നമ്മൾ ഈ പാരന്റിങ്ങിന്റെ നെഗറ്റീവ് സൈഡ് പറഞ്ഞു. അതേപോലെ തന്നെ ഒത്തിരി ഭയങ്കര ഓവർ പാരന്റിങ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓവർ പാരന്റിങ്? എല്ലാ കാര്യം പാരന്റ്സ് കുട്ടികൾ എന്ത് പറഞ്ഞാലും അപ്പത് വാങ്ങിച്ചു. ഓവർ ഫ്രീഡം കൊടുക്കുന്നതല്ലേ? ഓവർ ഫ്രീഡം അല്ലടോ, ഓവർ പാരന്റിങ്. കുട്ടികളുടെ ഒരു ഡ്രോയുടെ കോമ്പറ്റീഷന് പോയ ഡ്രോയിങ് കോമ്പറ്റീഷന് പോയ ഒരു കുട്ടി അവന് വേണ്ടി ഒരു ചിത്രം വരയ്ക്കാൻ ഒരു സ്വാതന്ത്ര്യം പോലും ആ പാരന്റ്സ് കൊടുക്കില്ല. ഒരു കളർ ഏത് സെലക്ട് ചെയ്യണം, എങ്ങനെ വരയ്ക്കണം, അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ആ കുട്ടിക്ക് സ്വയമേവ അവന് തോന്നുന്ന കളർ കൊടുക്കാനോ അതിനു പോലും സ്വാതന്ത്ര്യം കൊടുക്കില്ല. എന്ന് വെച്ചാൽ കുട്ടിയുടെ എത്രയും പെർഫെക്റ്റ് ആയിരിക്കണം, മറ്റുള്ളവർ കണ്ട് അത്രയും ശ്രദ്ധിക്കണം. പിന്നെ ഫുഡിന്റെ കാര്യത്തിലായാലും വീട്ടിൽ മറ്റുള്ളവരോട് പറയണ അവർ വിചാരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് എന്നുള്ള രീതിയിൽ ഭയങ്കര പാമ്പറിങ്ങും കെയറിങ്ങും അവര് ഷോപ്പീസ് ആക്കുക ശരിക്കും പിള്ളേരെ. അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് കൊടുക്കുന്നില്ല, ഒരവസരം. കുട്ടികൾക്കില്ലേ ഈ ഷൂ ലേസ് പോലും കേട്ടാണ് അറിഞ്ഞൂടായിരിക്കും. കാരണം എന്താണ്, പാരന്റ്സ് ആയിരിക്കും ചിലപ്പോ എന്ത് ചെയ്ത് കൊടുക്കുന്നത്, കെട്ടിക്കൊടുക്കുന്നത്, അല്ലെങ്കിൽ സിപ്പ് ഇടാനായിട്ട് അറിഞ്ഞൂടാ. ചെറുപ്പം പൊതുവെ അവരെ ശീലിപ്പിച്ച് ഒരു 3 to 6 years ആവുമ്പോഴേക്കെങ്കിലും ഒറ്റയ്ക്ക് ഈ ഓരോ കാര്യങ്ങളും ചെയ്ത് തുടങ്ങേണ്ടതാണ്. സോ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മോണ്ടിസോറി സ്കൂളിലേക്ക് കുട്ടികളെ കിട്ടുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് പ്രാക്ടിക്കൽ ലൈഫ് ഇതേപോലത്തെ കുട്ടികൾ ഒത്തിരി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടികളെ കൊണ്ട് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ കൂടുതലായിട്ട് പ്രാക്ടിക്കൽസ് ചെയ്യിപ്പിച്ചു നോക്കാം, വർക്ക് ചെയ്യിപ്പിക്കാം. അവർക്ക് ഓൾറെഡി വീട്ടില് ഫ്രീഡം കിട്ടുന്നില്ല. സോ നമ്മൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. എങ്ങനെയാണ് വെള്ളം പോർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഗ്ലാസ് എടുക്കേണ്ടത്, അതേപോലെ എങ്ങനെയാണ് സിപ്പ് അടയ്ക്കേണ്ടത്, ബട്ടൺസ് എങ്ങനെ ഇടണം, അതേപോലെ ഷൂ ലേസ് ഇടണം. അപ്പൊ അവരിവിടെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. റിപ്പീറ്റായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂലം അവർക്ക് എന്താണ്, വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഇത് അമ്മയ്ക്ക് തരാന്ന് പറയുമ്പോ വേണ്ടത് എനിക്കറിയാം ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞാൽ കിട്ടും. നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, മാക്സിമം അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. 1 minute. നമ്മള് ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്തോ? നിങ്ങള് ബട്ടൺ ഫ്രെയിമും ഒക്കെ ക്രിയേറ്റ് ചെയ്തില്ലേ? ബട്ടൺ ഫ്രെയിമും പ്രസ് ബട്ടണും ക്രിയേറ്റ് ചെയ്തു. അത് രണ്ടും മാത്രമേ ക്രിയേറ്റ് ചെയ്തോളൂ അല്ലേ? ഞാനിപ്പോ കാണിക്കുന്നത് ഇപ്പൊ ബട്ടൺസ് ഒന്നും ഇടാൻ അറിഞ്ഞുവിടാത്ത കുട്ടികളാണെന്ന് വിചാരിക്കും. ഇത് ഫ്രെയിമാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണ്. ക്ലിയർ അല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒന്ന് ക്യാമറ സെറ്റ് ചെയ്ത്
നോക്കി നമ്മുടെ ബട്ടറിംഗ് ഫ്രെയിം ആണിത് കണ്ടോ. ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്യിപ്പിക്കുകയാണ് കുട്ടികളെ കൊണ്ട്. 2 കൈ കൊണ്ട് ചെയ്യേണ്ടത്. ഞാൻ ക്യാമറ ഇതുകൊണ്ട് കാണിക്കുന്നതാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് ഇതേപോലത്തെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ അല്ല പ്രാക്ടിക്കൽ എന്താ പറയാ പ്രാക്ടിക്കൽസ് കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അത് സ്വയമേ ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു സാഹചര്യം അവർക്ക് വരാണെങ്കിൽ സ്വയമേ ചെയ്യാനായിട്ട് അവർ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല അല്ലെ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ടീച്ചർ കയ്യിലൊന്ന് പിടിക്കുമ്പോ കുറച്ചുകൂടി വ്യക്തമായിട്ട് വ്യക്തമാവും അല്ലെ? ഓക്കെ ഓക്കെ. എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നുന്നുണ്ട് ക്യാമറയ്ക്ക്. ഇതുണ്ടാവും നമ്മളെ ഇത് നമ്മളുടെ വുഡിലാണ്, അതുകൊണ്ടാണ് ഇത്ര കോസ്റ്റ്ലി ഒക്കെ ആവുന്നത്. നമുക്ക് മാറ്റാനൊക്കെ പറ്റും, ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ കൂടുതലായിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യിപ്പിക്കാം. ഞാനിപ്പോ കാണിച്ചത് ഫസ്റ്റ് കാണിച്ചത് ബട്ടറിംഗ് ഫ്രെയിം ആണ്. ദെൻ നിങ്ങൾക്ക് ചെയ്യിപ്പിച്ചൊന്നും അറിഞ്ഞൂടാ, ബക്കിൾ ഫ്രെയിം ഉണ്ടായിരുന്നു. ഞാനത് പറഞ്ഞു തന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. എത്ര ഫ്രെയിമാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ ഞാൻ? ഇതാണ് ബക്കിൾ ഫ്രെയിം. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ജിഷ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെൽക്രോ, ബക്കിള്, ലേസ് ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത്. ഓക്കെ, നിങ്ങൾ സ്വയം ചെയ്യാൻ ഞാൻ എത്ര തന്നിട്ടുണ്ടായിരുന്നു? മാം ബട്ടൺ ഫ്രെയിമും ക്ലിപ്പും പിന്നെ പ്രസ് ബട്ടണും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഞാനിപ്പോ ബാക്കിയുള്ളതും കൂടി ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യണം. ഇനി ചെയ്യേണ്ടത് പ്രസ് ബട്ടൺ ഓക്കെയാണ്, സിപ്പ് ഓക്കെയാണ്, നോർമൽ ബട്ടൺ ഫ്രെയിം. അപ്പൊ ഇനി ചെയ്യേണ്ടത് ഏതാണ്? ബക്കിളിന്റെ ചെയ്യണം, വെൽക്രോ ചെയ്യണം, പിന്നെ ഏതാണ്? ഷൂ ലേസ് ചെയ്യണം. ഷൂ ലേസ് ചെയ്തില്ലേ നിങ്ങള്? ഇല്ല മിസ്സേ. ഷൂ ലേസ് ചെയ്യണം, പിന്നെ വെൽക്രോ, പിന്നെ എന്താണ് ഞാനതില് ഇടാണ്ട് അല്ലെങ്കിൽ എന്താ പറയാ ഫ്രെയിമിൽ വെക്കാണ്ട് കുറച്ച് കാണിച്ചു തരാം കേട്ടോ. ഫ്രെയിം വെക്കാൻ വന്നു കഴിഞ്ഞാൽ ടൈം ഒത്തിരി പോകും, അതുകൊണ്ടാണ് കാണിച്ചത്. ഈ ഷൂ ലേസ് ആണോ നമ്മള് ആ കുട്ടികൾക്ക് എന്താണ് ഈ ഷൂ ലേസിന്റെ ഫ്രെയിം പരിചയപ്പെടുത്താണെങ്കിൽ അവർക്ക് ഇതെല്ലാം വെക്കാൻ പറ്റുമോ? എന്താണ് അല്ല, ഒരു ഫ്രെയിം ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇത് സിപ്പ് ഫ്രെയിം ആണ് കേട്ടോ. മഞ്ഞ അതൊന്ന് കാണിച്ചു തരാമോ? ഓക്കെ, ഒന്നുകൂടി കാണിച്ചു തരാം. ഞാനിതൊന്ന് ഇപ്പൊ സിപ്പ് ഫ്രെയിം കണ്ടല്ലോ. ഇനി വെൽക്രോ ആണ്. ഫ്രെയിമിൽ വെച്ചിട്ടില്ല കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് വെൽക്രോ ഫ്രെയിം എന്നാ പറയുന്നത്. നമ്മളുടെ കണ്ടോ വെൽക്രോ എന്ത് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്? ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാം. ഫ്രെയിം ഓൾറെഡി സ്ക്വയർ ടൈപ്പ് അല്ലേ, അത് റിമൂവ് ചെയ്യാൻ ഫിക്സ് അല്ലടാ, നമുക്ക് യൂസ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. മിസ് ഇതൊക്കെ വാങ്ങിയതാ? എന്താണ് വാങ്ങിയതാണോ അതോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാ? ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, നമ്മളുടെ ഇവിടെ ഇല്ല. അതെങ്ങനെയാ ഊരുന്നത് നോക്കാന്? എന്താണ് അതെങ്ങനെയാണ് ഊരിട്ട് പ്ലേസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇങ്ങനെയല്ല മിസ്സേ, അല്ലാതെ മിസ് പറഞ്ഞില്ലേ ഒരു ഫ്രെയിം തന്നെ എല്ലാം മാറ്റാൻ പറ്റുന്ന. ഇവിടെ കണ്ടോ സ്ക്രൂ ഉണ്ടോ? സ്ക്രൂ ഉണ്ടോ നിങ്ങള്? ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് ഫ്രെയിം അല്ല നെക്സ്റ്റ് ഓരോ ഐറ്റംസ് മാറ്റാനായിട്ട് പറ്റുമല്ലേ? മേലത്തെ പോർഷൻ മാറ്റിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് അത് ഇൻസേർട്ട് ചെയ്തിടാണ് അല്ലേ? ചെയ്യാനായിട്ട് പറ്റും. മിസ് ഇത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടുമോ വാങ്ങാൻ? മനസ്സിലായില്ല. നമുക്കിത് വാങ്ങാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുമോന്ന്? എടാ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാടാ. നമ്മൾ പൈസ കൊടുത്ത് ഒത്തിരി പൈസയാവും അതിന്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ ഫ്ലിപ്കാർട്ടിലോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബട്ടറിംഗ് ഫ്രെയിം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് കിട്ടും. നല്ല പ്രൈസ് ആവും. സോ ഞാൻ പറയുന്നത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് പറ്റും. ഞാൻ ഈ പറയുന്നത് ഇത് നമ്മുടെ മുട്ടിന്റെ പീസ് ഉണ്ടല്ലോ, അതൊരു സൈഡിന് ഒരു പീസിന് കുറെ ഫ്രെയിം ഉണ്ട്, 8 എണ്ണം ഉണ്ട്. 8 ഫ്രെയിം ഉണ്ട് ടോട്ടല്. ഇവിടെ കുറച്ചുള്ളൂ, ബാക്കി നമ്മള് ഹെഡ് ഓഫീസിൽ ഇരിക്കുകയാണ്. അപ്പോ ഞാൻ പറയുന്നതാണ് ഫുഡിന്റെ പീസ് കിട്ടും. അത് 20 റുപ്പീസ് എന്തോ ഉള്ളൂ ഒരു ഫുഡിന്റെ പീസിന്. ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്തില്ലേ അവിടെ നമുക്ക് ഈ ഫുഡിന്റെ പീസ് കിട്ടും. ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഫുഡിന്റെ ചെറിയ പീസ് അല്ലെങ്കിൽ ഈ തീപ്പെട്ടി കമ്പനിയിലുള്ള പല കഷ്ണം മതിയാവോ? നോക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ജനലിന്റെ സൈഡിലൊരു സാധനം വെക്കില്ലേ ടീച്ചർ? ഗ്ലാസ് വെക്കുന്ന സമയത്ത്
അത് നല്ല ഗുഡ്. ഫ്രെയിം പോലെ ആക്കി എടുക്കാൻ പറ്റില്ലേ? അത് നമ്മളുടെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിരിക്കും. ചില കുട്ടികൾ സ്ലേറ്റ് ഇല്ലേ, പഴയ സ്ലേറ്റ് ഉണ്ടല്ലോ, പഴയ മരത്തിന്റെ സ്ലേറ്റ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇന്നും ചെയ്തായിരുന്നേ. മിസ്, ഞാൻ ചെയ്തത് ക്യാൻവാസിന്റെ ഫ്രെയിമല്ല. ഓക്കെ, അത് കുറച്ച് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും. പ്രാക്ടിക്കൽസ് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ക്യാരി ചെയ്തോണ്ട് പോയി കാണിക്കുന്നത്. ഇത് ക്യാൻവാസിന്റെ ഫ്രെയിമാണ്. ക്യാൻവാസിന്റെ ഫ്രെയിം പ്രസ് ബട്ടൺ ചെയ്യാൻ ചെയ്തത്. ഈസിയാണ് നമുക്ക് തുന്നാനും ഉണ്ടാക്കാനും. ഞാനിത് മരത്തുമ്മ അറ്റാച്ച് ചെയ്തതും ത്രെഡ് വെച്ച് തുന്നിയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അത് എനിക്ക് സ്റ്റിച്ചിങ് മെഷീനെ ഇല്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചതാ. പക്ഷെ ഫ്രെയിം കുറെ ഉണ്ട് മാം, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓരോന്നോരോന്നിൽ ചെയ്യാന്ന് വിചാരിച്ചത്. ഇത് ക്യാൻവാസ് ആണ്, ക്യാൻവാസിന്റെ ഫ്രെയിമാ. നമ്മൾ ഡ്രോ ചെയ്യുന്നത് ഉണ്ടല്ലോ, പെയിന്റിങ് ചെയ്യുന്നത്, അതിന്റെ അത് എനിക്ക് ചീപ്പ് റേറ്റിന് കിട്ടിയപ്പോ ഞാൻ അത് മാറ്റി കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്യാൻവാസിന്റെ അതില് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ ചെയ്തത്. ഇത് ആദ്യം ചെയ്തത് ഞാൻ കേക്കിന്റെ ബോട്ടിലാ ചെയ്തത്, കേക്കിന്റെ ബോർഡായത്. പക്ഷെ ഇത് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് ഇത് ഓടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ബെൻഡ് ആവുന്നില്ല. അതിലാണ് ഞാൻ നോർമൽ ബട്ടൺ ചെയ്തത്. നോർമൽ ബട്ടന്റെ അങ്ങനെയാ ചെയ്തത്. ഒന്നുകൂടെ കാണിക്കോ? അത് ബാക്കിൽ ഞാൻ ഇങ്ങനെ അറ്റാച്ച് ചെയ്തു. ഇതുമ്മ അറ്റാച്ച് ചെയ്ത് എന്താണ് ഒന്നും കൂടി കാണിക്കോടാ? ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ കാണുന്നില്ല. ഇല്ലടോ, ഇല്ല, കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കാണുന്നു. ഓക്കെ ഓക്കെ, ഫോട്ടോ ഷെയർ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ഫ്രണ്ട്സിനോടും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ചിലവര് ക്രാഫ്റ്റിന്റെ കടലിൽ പീസിന് ഭയങ്കര റേറ്റ് കുറവിന് പീസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് സ്ക്വയർ എടുത്ത് കഴിഞ്ഞാൽ ഫർണിച്ചർ ഷോപ്പുകളിലൊക്കെ കിട്ടോ ഫ്രെയിം? അങ്ങനെയാണെങ്കിൽ ചോദിച്ചു. എന്റെ അല്ലാതെ നമ്മള് മറ്റേ ബോർഡ് വെച്ചിട്ടാണ് ഞാൻ മറ്റേ ഇത് ഉണ്ടാക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു ഫ്രെയിം മേടിച്ചു വെച്ചാൽ അതല്ലേ കുറച്ചുകൂടെ നല്ലത്. അതായിരിക്കും നല്ലത്. ഇപ്പൊ അമൃതയ്ക്ക് ഞാൻ ഈ കാര്യം പറയാം. അവരുടെ അടുത്ത് ട്യൂഷൻ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഈ ഫ്രെയിം ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്കൊന്ന് ചെയ്യാനൊക്കെ ഒന്ന് കൊടുത്തു നോക്കണം കേട്ടോ. അതെ, എനിക്ക് ഈ വർഷം തൊട്ട് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. LKG ഇപ്പൊ തുടങ്ങാൻ പോണ പിള്ളേരൊക്കെ ഉണ്ട്. ആണല്ലേ? ഓക്കെയാണ്. അവർക്കൊക്കെ നല്ലതാണ്. 3 വയസ്സുള്ള കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ. അവിടുത്തെ ചേച്ചി എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ എങ്ങനെ സ്കൂളിലാക്കട്ടെ, 1ാം ക്ലാസ്സിലാക്കട്ടെ എന്ന് ചോദിച്ചു. വേണ്ട, അപ്പം നമ്മളിവിടെ ഒരു മോണ്ടിസോറി സ്കൂൾ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇല്ല ചേച്ചി, മോണ്ടിസോറി സ്കൂളിലാക്ക് ചേച്ചി. അപ്പൊ പറഞ്ഞു അതെന്താ, ഇവിടെ ആക്കിയാ പോരെ, മറ്റു പിള്ളേരെല്ലാം ഇവിടെയാണ്. ഞാൻ പറഞ്ഞു ചേച്ചി ആക്ക് ചേച്ചി, 2 വർഷം കഴിഞ്ഞ് 1ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നോർമൽ ആയിട്ടുള്ള ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലതാണ്. കാരണം അപ്പൊ അവർക്ക് കൂടുതലായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യാനായിട്ട് കിട്ടും. ആ സ്റ്റുഡന്റ് ഞാൻ പറഞ്ഞ ആ ചേച്ചിയുടെ ഇളയ കൊച്ച് ഭയങ്കര ഗ്രാസ്പിംഗ് പവർ ആണ് ആ മോക്ക്. ഞാൻ ഒരു പാട്ടൊക്കെ പറഞ്ഞു കൊടുത്ത വെറുതെ ഞാൻ അവിടെ ഇരുന്ന് പാടുന്നതാണ് കേട്ടോ. വേറെ പിള്ളേരെ പഠിപ്പിക്കുമ്പോ ഞാൻ ഇവളെ വെറുതെ പറഞ്ഞു കൊടുക്കുന്ന. പിറ്റേ ദിവസം എന്നെ കാണുമ്പം ചേച്ചി ഞാൻ ആ പാട്ട് പഠിച്ചല്ലോ എന്നും പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് പാടിത്തരും. അക്ഷരങ്ങളൊന്നും കറക്റ്റ് അല്ല, പക്ഷെ പാടിത്തരും. ഓക്കേടാ, നമുക്ക് നമ്മള് പഠിക്കുന്ന കാര്യങ്ങൾ കുട്ടികളെ പരീക്ഷിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് സക്സസ് ആവുമ്പോഴാണ് നമ്മൾ ജയിക്കണേട്ടാണ്. അപ്പൊ നമുക്ക് അറ്റാച്ച്മെന്റ് മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഫ്രെയിമുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എല്ലാവരും ഫ്രെയിമുകൾ കംപ്ലീറ്റ് ചെയ്യണം. നോമ്പിന്റെ ഒക്കെ പ്രശ്നമൊക്കെ മാറിയല്ലോ. ഇനിയിപ്പോ പെരുന്നാൾ വരാണ്. അത് കഴിഞ്ഞ് എന്നത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? നിങ്ങളാണ് ഈ ലാഗ് അടിച്ച് പോയത്. ഒരു 5 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക്, ഈ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എത്ര എണ്ണമാണ് ടീച്ചർ ചെയ്യേണ്ടത്? 5 എണ്ണോ? 5 എണ്ണം അല്ല. ഒന്ന് പറയോ ഏതൊക്കെയാണ്?
ഒന്നും കൂടി പറയാം, ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാം. നോക്കാം, ഫുള്ളും ടൈപ്പ് ചെയ്ത് അയക്കാം. ഫസ്റ്റ് അപ്പൊ നിങ്ങൾക്കൊന്ന് 8 എണ്ണം ഉണ്ട്, 8 ഫ്രെയിംസ് ഉണ്ട്. അപ്പൊ 8 ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടാസ്ക് ആയിരിക്കും. നമ്മളപ്പോ അതിന്റെ ഒരു ഉള്ളിലുള്ളത് നമ്മള് ഇപ്പൊ 6 ഫ്രെയിം ഒക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അങ്ങനത്തെ ഫ്രെയിം ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇവിടെ ഞാൻ അതാണ് ഞാൻ മിസ്സിന്റെ അടുത്ത് ചോദിച്ചത്, അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വെക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ചെയ്യിപ്പിച്ചു തരാമല്ലോ സ്ക്രൂ വെച്ചിട്ട്. അങ്ങനെ പറ്റുമോടാ? ഇപ്പൊ ഞാൻ കാണിച്ചത് സ്ക്രൂ വെച്ചിട്ടത് ഫിക്സ് ചെയ്യുന്നതാ. പ്രസ് ബട്ടൺ ഫ്രെയിം ആണ് ഫസ്റ്റ്. പ്രസ് ബട്ടൺ ഫ്രെയിം ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ട് കേട്ടോ, ആരും വേറെ ആരും ടൈപ്പ് ചെയ്യരുത്. വെൽക്രോ ഫ്രെയിം, ഓർഡർ ഒന്നും ഇല്ല, പക്ഷെ ഞാൻ മാക്സിമം ടൈപ്പ് ചെയ്യുന്നത് വെൽക്രോ ഫ്രെയിം. 4ാമത്തത് ബെൽറ്റ് ഫ്രെയിം. ബെൽറ്റ് ഫ്രെയിം നിങ്ങൾ കണ്ടോ? ബെൽറ്റ് ഫ്രെയിം ബെൽറ്റ് ഫ്രെയിം 3ാമത്തെ ബെൽറ്റ് ഫ്രെയിം. കുഴപ്പമില്ല, പേരുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാലോ. പേരുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഹുക്ക് ബട്ടൺ ഫ്രെയിം. ഹുക്ക് ബട്ടൺ ഫ്രെയിം. 5 ലേസ് ഫ്രെയിം. ലേസ് ഫ്രെയിം. 6 നോർമൽ ബട്ടൺ ഫ്രെയിം. പ്രസ് ബട്ടൺ ആണ് ഫസ്റ്റ് പറഞ്ഞല്ലേ. നോർമൽ ബട്ടൺ ഫ്രെയിം. പിന്നെ ഏതാണ്? പിന്നെ നമ്മള് പിന്നെ ഏതാ പറഞ്ഞത്? വെൽക്രോ പറഞ്ഞു. സിബ്. സിബാണോ? സിബ് പറഞ്ഞില്ല. സിബ് പറഞ്ഞില്ല. ഷൂ ലേസ് ഇല്ലേ? ലേസ് ഫ്രെയിം അതാണ്, ഷൂ ലേസ് ആണ്. ലേസ് ഫ്രെയിം അടിച്ചിട്ടുള്ളൂ, ഷൂ ലേസ് അടിച്ചില്ല. സിബ് ഇട്ട് അടുത്തത്. സിബ് ഫ്രെയിം. പിന്നെ 8ാമത്തതാണ് ബക്കിൾ. ബക്കിൾ ടൈപ്പ് ഫ്രെയിം. അത് ഞാൻ കാണിച്ചു തന്നല്ലോ നിങ്ങൾക്ക്. ബക്കിൾ ഫ്രെയിം കാണിച്ചു തന്നില്ലേ? നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചു തന്നതിൽ ബക്കിൾ ഫ്രെയിം ഉണ്ടായിരുന്നു. ബാഗിലൊക്കെ ഉണ്ടായില്ലേ സംഭവം? അതന്നെ, ബാഗ് നമ്മൾ പഴയ ഇപ്പൊ കുട്ടികളുടെ പഴയ ബാഗ് ഒക്കെ ഉണ്ടാവും. സോ പുതിയതിൽ നിന്ന് കട്ട് ചെയ്യാൻ നിൽക്കണ്ട, പഴയ ബാഗിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് അപ്പൊ ബെൽറ്റ് ഫ്രെയിം എന്താ ടീച്ചറെ? ബെൽറ്റ് ഫ്രെയിം കാണിച്ചു തരാം. ബെൽറ്റ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ ബെൽറ്റ് ഒക്കെ ഉണ്ടാവില്ലേ? ബെൽറ്റ് നമ്മള് അയ്യോ, ഇതൊന്നും കിട്ടാനില്ല. ഇതല്ല അല്ലാണ്ട് നമ്മുടെ ഫ്രെയിം ഇതാണ് ഫ്രെയിം. നമ്മുടെ പഴയ വാച്ചിന്റെ ഒക്കെ സ്ട്രാപ്പില്ലേ? ഇത്രയും സ്ട്രാപ്പ് കിട്ടുമെന്നോ? ഒന്നൊക്കെ ആണെങ്കിൽ തയ്യാറാക്കാൻ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, എന്റെ ഒരു പഴയ ബെൽറ്റ് ഇരിപ്പുണ്ട്. ഒരു ഫ്രെയിമില് ഒരെണ്ണം മതിയോ? അതായത് നമ്മളുടെ അവൈലബിലിറ്റി നോക്കിയിട്ടേ നമ്മുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ നോക്കിയിട്ട് നമ്മള് ഇപ്പൊ എനിക്ക് തോന്നുന്നു ബെൽറ്റ് പഴയതോ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവും, പഴയ ബെൽറ്റ് ഒക്കെ ഉണ്ടാവും. ചെറിയ കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ 8 എണ്ണം സെപ്പറേറ്റ് ആക്കുന്നതിന് കുഴപ്പമുണ്ടോ? എന്താണ്? 8 ഫ്രെയിമും സെപ്പറേറ്റ് ആക്കുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, അത് നല്ലതല്ലേ. ഫ്രെയിം സെപ്പറേറ്റ് ചെയ്യണം നല്ലതാണ്. ഏകദേശം ഈ ഒരു ഒരു ക്ലാസ്സിൽ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ ഇപ്പോ 2 or 3 ഫ്രെയിം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരുമിച്ച് കൊടുക്കാൻ പറ്റുമല്ലോ. അതെടാ. സിബ്, ലേസ്, ഇത് ബട്ടനാണ്. ഇത് സിബ്, ബട്ടൺ, ലേസ്. ഇതാണ് ബെൽറ്റ്. കണ്ടോ ബെൽറ്റ്? അതേ കളറിൽ വന്നുകൊണ്ട് മനസ്സിലാവാത്ത ബെൽറ്റ്. അത് വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം, നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച്. ബക്കിള് ഏകദേശം 9 ഒരു 2-3 എണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ മതിയാവും അല്ലേ ഒരു ഫ്രെയിമില്? 2-3 ഫ്രെയിം. ഇതാണ് ബെൽറ്റ് കേട്ടോ. ഓക്കെ, ഏകദേശം ഇതേപോലത്തെ ഫ്രെയിമുകൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്യാം.
ഒരാഴ്ചക്ക് തീരുമെന്ന് അറിഞ്ഞൂടെ ഈ സാധനം കളക്ട് ചെയ്യണ്ടേ? നോക്കട്ടെ. ഓക്കെ, ഞാനൊരു ടൈം പറയാം. ഇതിന് മാർക്ക് ഉണ്ടോ ടീച്ചറെ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് ഓക്കെ, നമ്മളിപ്പോ പോകുന്ന സ്കൂളിൽ ചിലപ്പോ ഇത് ആവശ്യം ഉണ്ടാവില്ലായിരിക്കാം, ചിലപ്പോ ആവശ്യം ഉണ്ടാവും. എന്തായാലും നമ്മളത് സൂക്ഷിച്ച് എന്തായാലും ഉണ്ടാക്കി വെക്കും. ഞാനിത് ചോദിക്കുന്നത്, നമ്മൾക്ക് മോണ്ടിസോറി ടീച്ചിങ് നമ്മൾ അങ്ങോട്ട് വരുമ്പോഴോ എപ്പോഴെങ്കിലും മാർക്ക് ഉണ്ടാകുമോ? ഇതിന് മാർക്ക് ഉണ്ടോ? ഇന്റേണലിനും അതേപോലെ തന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ വൈവയ്ക്കൊക്കെ ഇത് ആവശ്യം വരും. പ്രാക്ടിക്കൽ വൈവൊക്കെ അപ്പോഴത്തേക്ക് നിങ്ങൾ ഒരുപാട് മെറ്റീരിയൽസ്, നമ്മൾ മോണ്ടിസോറി യൂസ് ചെയ്യുന്ന ഒരുപാട് മെറ്റീരിയൽസ് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യിപ്പിക്കും. ഒരു റൂം മൊത്തം മോണ്ടിസോറി ക്ലാസ് റൂം എങ്ങനെയായിരിക്കും അതേപോലെ ആയിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ വൈവയ്ക്ക് നിങ്ങളത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞങ്ങൾ മാർക്ക് അതിൽ എൻ്റർ ചെയ്യുന്നത്. ടീച്ചറെ ഒരുപാട് പൈസ മുടക്കിയിട്ട് വലിയ നല്ല ഭംഗിയുള്ള ഫ്രെയിം ആക്കി എടുക്കണോ? ജസ്റ്റ് നമ്മുടെ ഉദ്ദേശിക്കുന്നത് ഈ സംഭവം തന്നെയല്ലേ, ഇത് ഊരാനും ഇടാനും കുട്ടികളെ അല്ലേ? നിങ്ങൾ ചെയ്യണ്ട. കാരണം ഞാൻ ഈ പറഞ്ഞ ഫ്രെയിമുകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ച് തന്നെ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണതാണ്. ഇപ്പൊ സിപ്പ് ഫ്രെയിം ഒക്കെ ആണെങ്കിൽ പഴയ ഏതെങ്കിലും ഡ്രസ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ തുന്നി ചേർത്താൽ മതി. പ്രസ് ബട്ടൺ ഒക്കെ പഴയ കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പിൽ നമുക്കത് ചെയ്യാൻ പറ്റും. വെൽക്കോ എന്ന് പറയുമ്പോ അത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അധികം പൈസ ഒന്നും പൈക്കാട്ടെ വെൽക്കോന്. ചെറിയ 15 രൂപ ടീച്ചറെ മീറ്റർ. 15 രൂപ 15 രൂപ അത്രയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കി നിങ്ങൾ പ്രൈസ് ഒന്ന് നോക്കി. ബട്ടണിങ് ഫ്രെയിമിന്റെ പ്രൈസ് നിങ്ങളോട് ഞാൻ ഒരിക്കലും അത് വാങ്ങിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. പ്രൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അതിന് റേറ്റ് ഭയങ്കര ഹൈ ആണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കര ഹൈ ആണ് ഇതിന്റെ പ്രൈസ്. ഓരോ ഫ്രെയിമുകളുടെയും പ്രൈസ് കണ്ടോ, 599 അങ്ങനെയൊക്കെ വന്നത്. ഇത് വാങ്ങിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് നമുക്ക് സാധനം നമ്മളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്ക് വേണം. അത് വൈകിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് കുറച്ച് ഒടുങ്ങി പോകാതെ ടൈപ്പിലെത്തി കുറച്ച് ബലമുള്ള സംഭവം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി അല്ലേ? അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലാണോ എന്ത് വേണം ലാസ്റ്റ് ഡേ വെക്കണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങളിത് മറന്നു പോകും. ഞാനും അതേ മറന്നു പോകും. എന്നത്തേക്കും ഫുള്ളും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കൊക്കെ പറ്റുന്ന അത്രയും ക്രിയേറ്റ് ചെയ്ത് 10-ാം തീയതി ഒരു ടൈം ടീച്ചർ എപ്പോഴും വരാന്നറിയില്ല. 10-ാം തീയതി ആകുമ്പോഴത്തേക്കും 10 ദിവസം ടൈം കിട്ടുമല്ലോ. ഒരു 2 weeks ടൈം തന്നാ മതി. 2 weeks വേണം. ഓക്കെ, ഇനി വരാൻ പോകുന്നത് 11th ഏപ്രില്. ഓക്കെ, 2 ആഴ്ചയുണ്ട്. ഏപ്രിൽ 11-ാം തീയതി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഏപ്രിൽ 11-ാം തീയതി. ഓക്കെ മിസ്സേ. ഏപ്രിൽ 11-ാം തീയതി നിങ്ങളിത് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ മിസ്. അന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മിസ്സിന്റെ അടുത്ത ക്ലാസ്സിലായാലും സബ്മിറ്റ് ചെയ്താൽ പോലെ. ചിലപ്പോ ക്ലാസ്സിൽ കയറാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അത് ഒരു കാര്യം ചെയ്താൽ മതി. ഫോട്ടോ എടുത്തിട്ട് ആർക്ക് അയച്ചു കൊടുക്കാം? ജയദേവ് സാറിന്റെ നമ്പർ ഉണ്ടോ? ഇല്ല മിസ്സേ. ഉണ്ടോ? അപ്പൊ ഞാൻ മേടിച്ചോളാം. വീഡിയോ പോലെ എടുത്തിട്ട് സാറിനൊരു വീഡിയോ അയച്ചു കൊടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി. എല്ലാ കുട്ടികളുടെയും കൂടി ചെയ്തിട്ട് ഒരൊറ്റ വീഡിയോ ആക്കിയിട്ട് അയക്കാലോ ടീച്ചറെ? അങ്ങനെ വേണോ? വേണ്ടേ? സെപ്പറേറ്റ് അയച്ച ടീച്ചർക്ക് നോക്കാൻ സമയം കിട്ടുമോ? എമർജൻസി ആയിട്ട് ഇപ്പൊ ആ സമയത്ത് കറണ്ട് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ഞാൻ ഇപ്പം അന്നിപ്പം ഒരു 1:30 സമയമാകുമ്പോ ചിലപ്പോ ഞാൻ ഇവിടെ കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് വേറൊരു ഇതെന്ന്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. ഇപ്പൊ ഞാൻ റെഗുലർ ആയിട്ട് ക്ലാസ് കാണാറില്ല. റെക്കോർഡഡ് ക്ലാസ് ആണ്, വൈകുന്നേരമാണ് കാണുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താലും മതി. ഒരു സൗകര്യം പോലെ, അല്ലെങ്കിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്തോ. ഒരു മോഡൽ കിട്ടുമല്ലോ. ഓക്കെ മിസ്സേ. ഓക്കെ, താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? മിസ്സേ ഞാനാണേ. ഒരു ഇംഗ്ലീഷ് ഫ്രെയിം പറയാവേ. ABCDEFG HIJK LMNOP QRST UVWXYZ XYZ butter on the bread. If you don't like, go to bed. Next morning, come with me.
I will teach you ABC. Thank you, teacher. Thank you, friends. Thank you all.